هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ബഹുമാനമുള്ള ഉമ്മയുടെ സഹോദരങ്ങളുടെ സ്നേഹിതന്മാരെ, അല്ലാഹു തആല ഒരുമിച്ച് കൂടുതൽ കബൂലാക്കുമാറാവട്ടെ. നമ്മളെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവൻ ഇപ്പോഴത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ജീവിതത്തിന്റെ എന്നേക്കുമായുള്ള ശാശ്വതമായുള്ള ജീവിതം വെച്ചത് ഒന്നുകിൽ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിൽ. മനുഷ്യൻ ഉമ്മന്റെ ഗർഭാശയ റൂഹുകളുടെ ലോകത്തിൽ ആലമുൽ അർവാഹിൽ നിന്ന് സഞ്ചരിച്ച് മാതാവിന്റെ ഗർഭാശയത്തിൽ ആലമുൽ അർവാഹിൽ അർഹാമിലെത്തി. ആലമുൽ അർഹാമാകുന്ന മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ആലമുൽ ദുനിയാവിലെത്തി. ദുനിയാവിൽ നിന്ന് ആലമുൽ ബർസഖ് ഖബറിയായ ജീവിതത്തിലെത്തി. അവിടുന്ന് മഹ്ശറക്ക് ശേഷം സിറാത്ത് വഴിയായി ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഇതാണ് നമ്മുടെ യാത്രയുടെ പ്രോഗ്രാം. ഇതാണ് നമ്മളുടെ യാത്ര. ഈ യാത്രയിൽ ആലമുൽ അർവാഹിന് വിട്ടു മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു നിശ്ചിത കാലയളവ് അർഹാമി മാനഷ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരളവ് ഗർഭാശയത്തിൽ താമസിപ്പിച്ചു. തിഫ്ല പിന്നെ കുട്ടിയായിട്ട് നാം പുറപ്പെടുവിച്ചു. സ്ത്രീ സത്യത്തിൽ പ്രസവിക്കല്ല, അല്ല പുറപ്പെടുവിക്കാണ്, പുറപ്പെടുവിക്കാണ്. അതേപോലെ നമ്മൾ മരിക്കല്ല, നമ്മളെ മരിപ്പിക്കാണ്, മരിപ്പിക്കാണ്. എന്നുവെച്ചാൽ ഉമ്മന്റെ ഗർഭാശയത്തിൽ 9 മാസം ചില്ലറ ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ അവിടുന്ന് എന്തായാലും പുറത്തേക്ക് വരണം. അവിടെ എത്താൻ പറ്റില്ല, അവിടുന്ന് പുറത്തേക്ക് വരണം. ഇതേപോലെ ഇവിടുന്ന് എന്തായാലും ആത്തേക്ക് പോകണം. പിന്നെ ഖബറിന് ശേഷം മഹ്ശറിൽ നന്മ തിന്മകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ നൽകും. ഒന്നുകിൽ വലത്തെ കൈ കൊടുക്കും അല്ലെങ്കിൽ ഇടത്തെ കയ്യിൽ കൊടുക്കും. വിചാരണ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മൻ നൂഖിഷ ഫഖദ് ഹലക. ആരെങ്കിലും അല്ലാഹു ചികഞ്ഞു നോക്കുകയാണെങ്കിൽ അവൻ എന്തായതാണ്? നശിച്ചതാണെന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അവരെ ലഘുവായി വിചാരണ ചെയ്യുന്നു. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വിചാരണ ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വിചാരണ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് പോയിക്കോന്ന് പറയുന്നതാണ് ആ വിചാരണ. അള്ളാഹു ആരെങ്കിലും ഗൗരവപരമായി നോക്കുകയാണെങ്കിൽ അവൻ എന്താവും? മുഅ്മിനീങ്ങളോട് വെറുതെ ഞാൻ നോക്കിയിട്ട് പോയിക്കോന്ന് പറയും. പിന്നെ ജഹന്നമിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ട പാലത്തിന്റെ പേരാണെന്ത്? സിറാത്ത്. അതിൽ സലാസിലുകൾ, ചങ്ങലകളുണ്ട്, കുളത്തുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലൂടെ ചില ആൾക്കാർ മിന്നൽ വേഗത്തിൽ കടക്കും, ചില ആൾക്കാർ കാറ്റിന്റെ വേഗത്തിൽ, ചില ആൾക്കാർ കുതിരന്റെ വേഗത്തിൽ, ചില ആൾക്കാർ ഇങ്ങനെ ഓടും, ചില ആൾക്കാർ നടന്നിങ്ങനെ ഒപ്പിച്ചു പോകും, ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് പോകും. കുളത്തുകളിൽ കുടുങ്ങി നരകത്തിന്റെ ജഹന്നമിന്റെ മുകളിലായതുകൊണ്ട് നേരെ താഴേക്ക് പോകും. അല്ലാഹു നമ്മളെല്ലാരും കാക്കുമാറാവട്ടെ. ആ പാലം വിട്ട് കടന്നാലുള്ള സ്ഥലത്തിന്റെ പേരാണെന്ത്?
സ്വർഗം. സ്വർഗം അത് അല്ലാഹു മുഴുവൻ നിയമത്തുകളെ കൊണ്ട് നിറച്ചതാണ്. മുഴുവൻ നിയമത്തുകളെ കൊണ്ട് നിറച്ചതാണ്. മുഴുവൻ നിയമത്തുകൾ അല്ലാഹ് സ്വന്തം ഡിസൈൻ ചെയ്താണ്. സ്വന്തം ഡിസൈൻ ചെയ്ത് അന്ന് തന്നെ ഉണ്ടാക്കി. ഒരു കുറവില്ലാത്ത സ്ഥലമാണ് ഇത്. അവിടേക്ക് നമുക്ക് പോകണം. അതല്ലാഹു വെറുതെ ഷോക്ക് വെച്ചല്ല, പണക്കാർക്ക് വെച്ചല്ല, രാജാക്കന്മാർക്ക് വെച്ചല്ല. അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങൾക്ക് വെച്ചതാണ്. എല്ലാ മുഅ്മിനും പോകാം, എല്ലാ മുഅ്മിനും പോകാം. അവർക്ക് വേണ്ടി വെച്ചതാണ്. ഭയങ്കര സൗകര്യങ്ങൾ, ഭയങ്കര സുഖം. നമ്മൾ സത്യത്തിൽ സ്വർഗത്തിന്റെ അവസ്ഥകൾ വായിക്കലോ കേൾക്കലോ ഉണ്ടാവില്ല. സ്വർഗത്തിന്റെ രസം, സ്വർഗത്തിന്റെ ഹരം സഹാബാക്കൾക്ക് ഉണ്ടായിട്ട് ഒരു സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു. സ്വർഗം അവരെ മക്സദാക്കി. എന്നുവെച്ചാൽ അള്ളാന്റെ തൃപ്തി കിട്ടിയവർക്ക് കൊടുക്കുന്ന സ്ഥലമാണ്. നമുക്ക് ആദ്യം എന്ത് കിട്ടണം? തൃപ്തി ഇല്ലാതെ എടുത്തു കിടക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ കിടക്കണം. ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി. ആദ്യം എവിടേക്കാ പ്രവേശിക്കേണ്ടത്? എന്റെ അടിമകളെ കൂട്ടത്തിൽ, ഞാൻ തൃപ്തിപ്പെട്ട ആൾക്കാരെ കൂട്ടത്തിൽ കയറി. പിന്നെ ഓരോ കൂട്ടത്തിൽ എടുത്ത് പോയിക്കോളി. സ്വർഗത്തിൽ ഫദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് കയറിക്കോളും. സ്വർഗം ഭയങ്കരം. അല്ലാഹു ഒരു മനുഷ്യന് വർണ്ണിച്ചാൽ എത്തൂല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു ഐനും, കണ്ണ് ഒരു കണ്ണും കണ്ടിട്ടില്ല. ഒരു ചെവിയും ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ഭാവിക്കാനും പോലും പറ്റില്ല. എത്ര വലിയ ആക്കിപ്പറ്റാൻ നിൽക്കില്ല. ഓന്റെ ഒക്കെ ഭാവനന്റെ അപ്പുറത്തു നിന്നാണ് എന്ത് തുടങ്ങ സ്വർഗം തുടങ്ങുക. ഇത് ഹക്കാണ്, ഇത് ഹക്കാണ്. സ്വർഗം എന്താ വഴി? സങ്കല്പല്ല, സ്വർഗം ഹക്കാണ്. നമ്മൾ സാധാരണ ഈ ഖബറിന്റെ അടുത്തല്ല ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടോ. കേട്ടില്ല ഞങ്ങൾ ഉസ്താദിനെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൻ നാറ ഹഖ്ഖുൻ വഅന്നൽ ബഅസ ഹഖ്ഖുൻ വഅന്ന സിറാത ഹഖ്ഖുൻ വഅന്നൽ ഹിസാബ ഹഖ്ഖുൻ. പിന്നെന്താ പറയുക? അങ്ങനെ പറയില്ലേ? നിങ്ങൾ കേൾക്കല്ലേ? ഇനി നമ്മൾ നമ്മളെവിടെയും പോലല്ലേ അണുപോയിന്നൊക്കെ കേൾക്കാം. സംഗതി ഖബറിലുള്ള ആൾക്കാർ പറഞ്ഞുകൊടുക്കുന്ന ഉസ്താദിനേക്കാളും വലിയ അക്ഷീനാണ് ആർക്ക് ഖബർ. കാരണം മൂപ്പരാക്ക അതിന്റെ എന്ത് കണ്ടിട്ട് ഫോട്ടോ ഒക്കെ കണ്ട് മൂപ്പരോടെ പറഞ്ഞുകൊടുക്കുന്നത് ദക്കാട്ടോ ചൂടുകളിലൊക്കെ വെച്ച് കെട്ടി. ഇനി അയാളൊരു ശല്യം ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് കാണുമ്പോൾ അയാളോട് പറയാൻ. ഞാൻ പിന്നെ അത് എന്തായാലും കേട്ടു കൊടുക്കണം. എന്തിനാ പറഞ്ഞാല് ജീവിച്ചിരിക്കുന്നവർക്ക് എന്താക്കാം, അപ്പോഴെങ്കിലും ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്ത് ഉണ്ടായില്ലേ വൈ മലക്കാനിൽ മുഅക്കലാനിൽ അളീമാനിൽ ആയിലാൻ അൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ വഅയ്ഖലാക വഅജ്ലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക വമൻ ഇഖ്വാനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക എന്നൊക്കെ പറഞ്ഞ കുറേ ഇങ്ങനെ കേൾക്കല്ലേ. فيقول لهما بلسان طلق بلا جزع ولا فزع والله ربي ومحمد النبي والإسلام ديني والكعبة قبلتي والمؤمنون إخواني والمؤمنات أخواتي. ثبتك اللهم بالقول الثابت. അങ്ങനെ പറയലുണ്ട്. അത് പറഞ്ഞ ഓർക്കല്ല പറയുന്നത്. ആർക്കാ പറഞ്ഞത്? പുറത്തില്ല. നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ മുൻകർണക്കീറൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഹക്കാണ് സ്വർഗം. ഹക്കാട്ടോ, സ്വർഗം ഹക്കാണ്. സ്വർഗം ഹക്കാണ്. ആ ബോധത്തോടെ തന്നെ നമ്മൾ കേൾക്കണം. സ്വർഗം ഹക്കാണ്. റമദാൻ വർഷത്തിന്റെ ആരംഭത്തിൽ സ്വർഗത്തിനെ അണിയിക്കുന്നുണ്ടാവും. എന്നിട്ട് അള്ളാഹു പറയുണ്ടാവും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്തികളായ നോമ്പുകാർക്ക് വേണ്ടി സ്വർഗത്തിനെ നിങ്ങൾ അലങ്കരിക്കുക. ഞമ്മക്ക് വേണ്ടി സ്വർഗം അലങ്കരിച്ചു. റമദാൻ മാസം വരുമ്പോഴത്തേനും സ്വർഗത്തിന്റെ കവാടൊക്കെ തുറന്നിട്ടിട്ടുണ്ടാവും നോമ്പുകാർക്ക് വേണ്ടി. അള്ളാഹു നമ്മളെ നോമ്പിനെ കബൂലാക്കട്ടെ. അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ് നോമ്പുകാരോട്. നോമ്പുകാരോട് ഭയങ്കര ഇഷ്ടമാണ്. തിന്നാൻ ഉണ്ടായിട്ട് പട്ടിണി എടുക്കുകയാണ്. ആർക്ക് വേണ്ടി? സ്വർഗം ഫുൾ അലങ്കരിച്ചിട്ടുണ്ടാവും. എന്തേക്കാ സ്വർഗം? അള്ളാഹ്ക്ക് മാത്രമാണ്. ഒരു മനുഷ്യന് വിവരിക്കാൻ കഴിയില്ല. എന്നാലും അള്ളാഹു ഖുർആൻ ഇങ്ങനെ ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ പീസിട്ട് തരുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ സുഖത്തിൽ നിന്ന് കുടുങ്ങല്ലി, നിങ്ങൾക്ക് ഞാൻ
ഞാൻ ഇവിടെ റെഡിയാക്കിനി ഇങ്ങനെ കൊണ്ടുപോകാണ്. മോനും കൊണ്ടുപോയി എടുക്കുമെങ്കിൽ പോവാണ്, ഭാര്യ വീട്ടിലേക്ക് പോകണാണ്, സൽക്കാരം അതിന് പോവാണ്. പോണ വയ്ക്കാൻ പറയും വെസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം 2 കിലോമീറ്റർ കൂടെ ഉള്ളു എടുക്ക് ഭാര്യ വീട്ടിലേക്ക് എത്താനില്ല. ഞാൻ പറയും എനിക്ക് വിശക്കുണ്ട്. നമ്മളെന്താ അവനോട് പറയാം ബിരിയാണിയാണോ നോക്കോ. നമ്മൾ പറഞ്ഞു മോനെ എനിക്ക് ഇതൊക്കെ ഇവിടെ എത്താനായി. അവിടെ ഫുള്ള് എന്താണ് ഫുള്ള് ബിരിയാണി സാധനങ്ങളൊക്കെ റെഡിയാക്കില്ല. കുറച്ച് നേരം മോനെ ഇല്ലേ. കുട്ടികൾ വൈകുന്നേരം നോമ്പൊക്കെ പറയുന്നുണ്ടല്ലോ എന്ത് ഇല്ലേ. വൈകുന്നേരം അസറൊക്കെ നിസ്കരിച്ചു ചോറൊക്കെ ആയിട്ട് പിന്നെ പറഞ്ഞു. അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീച്ചു വരും. പാവം കണ്ടാൽ തന്നെ എന്ത് തോന്നും, ഇങ്ങനെ 10 രൂപ വീണോടത്തും സമൂസ ഉണ്ടാക്കുന്നിടത്തൊക്കെ തന്നെ ഉണ്ടാവും പാവങ്ങള്. അപ്പൊ ഞാൻ മുറിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കണ്ടാവും. അപ്പൊ ഉമ്മാര് നേരത്തെ പറയണ്ടാവും മോനെ മുറിക്കേണ്ടതാ, ഈ സൂചി ഇവിടെ എത്തിയാൽ പിന്നെ ഇതൊക്കെ ഉമ്മ എനിക്ക് ഉണ്ടാക്കല്ലേ സമൂസ, എനിക്ക് വേണ്ടി ഉണ്ടാക്കല്ലേ കട്ട്ലേറ്റ്, എനിക്ക് അമ്മ ജ്യൂസ് ഉണ്ടാക്കിയില്ല മോനെ, ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് കുറച്ച് അള്ളി അവന്റെ അടിമകളോട് പറഞ്ഞാണ് ഇതാ എനിക്ക് ഞാൻ ഇതൊക്കെ വെച്ചിട്ടോ ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ട് മുറിച്ചേക്കല്ലേ, ജീവിതത്തിനെ മുറിച്ചേക്കല്ലേ നിങ്ങൾ. ഇവിടുത്തെ പെണ്ണ്, ഇവിടുത്തെ വീട്, ഇവിടുത്തെ ആണ്, ഇവിടുത്തെ അത് അങ്ങ് കണ്ട് കുടുങ്ങല്ലേ. എന്നൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. അള്ളക്ക് എന്തിന്റെ ആവശ്യമില്ല വൈ. അള്ള പരിശുദ്ധവാനാണ് സ്വർഗത്തിൽ. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. അവനവന്റെ അടിമക്ക് വേണ്ടി വെച്ചതാണ്. വിശാലമായ കവാടങ്ങളാണ് സ്വർഗത്തിന്റെ. ചെറിയ കവാടമൊന്നുമല്ല, ചെറിയ ഇടുങ്ങി തെരിഞ്ഞൊന്നും പോണ്ട. ആകാശഭൂമികളെക്കാൾ വിശാലമായ കവാടങ്ങളാണ്. ആ സ്വർഗത്തിൽ ഇങ്ങനെ പോവാ. സ്വർഗത്തിന്റെ ആൾക്കാരെങ്ങനെ കയറ്റിവിടും. പൊയ്ക്കോളിൻ മർഹബ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കണ്ടാവും. മർഹബ എന്ന് വിളിക്കണ്ടാവും. സ്വർഗത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പോണേ അതിങ്ങനെ പോവും. സ്വർഗത്തിന്റെ ദർവാസ ഉണ്ടാവും. സ്വർഗത്തിന്റെ വാതിലിന് അള്ള ഡിസൈൻ ചെയ്താണ്. അല്ലാഹു അക്ബർ. അങ്ങനെ നോക്കിക്കും കയറാൻ പോണ ആള് 40 സാൽ കടയിറങ്ങി 40 കൊല്ലം അങ്ങനെ നിൽക്കും. ഇയാളാണ് അവിടുത്തെ മെയിൻ ആള്. ആര് സ്വർഗവാസിയാണ്. അവിടുത്തെ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അയാളാണ്. മലക്കുകളൊക്കെ വരെ ഹാദിമീങ്ങളാണ്. അതുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ വന്നു, അയാളുടെ ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കാൻ എന്തിനാ നിന്നാല് ടിഎമാരിങ്ങനെ ചിലക്കം നടന്നുകൊടുന്നറിയോ. അങ്ങനെ ഓരോങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പണിയുണ്ട്. അങ്ങനെ മലക്കുകളൊക്കെ അവിടെ ഉണ്ടാവും. ഇയാൾ സ്വർഗത്തിന്റെ കവാടൊക്കെ നിൽക്കുന്നുണ്ടാവും. അള്ള ഉണ്ടാക്കിയത് മനുഷ്യണ്ടാക്കി കൊത്തുപണി ചെയ്ത് തന്നെ നമ്മളെന്ത് ചെയ്യും നോക്കിക്കും. അപ്പൊ അള്ള ഉണ്ടാക്കിയത് മനുഷ്യണ്ടാക്കിയത് 4 സെക്കൻഡ് നോക്കിക്കെങ്കിൽ അള്ള ഉണ്ടാക്കിയത് 40 വർഷം എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടല്ല. 40 വർഷമൊക്കെ കഴിയുമ്പോൾ മലക്ക് തട്ടുന്നതാണ്. കുറെ നേരമൊക്കെ നിൽക്കുകയാണ്. നമുക്ക് അടുത്ത സ്ഥലത്ത് പരിപാടി ഉണ്ടെന്ന് പറയാറ്. അത് ഭയങ്കര ചോദിച്ചൊക്കെ പറയാം. സാർ ഇതേ കാര്യത്തിനോട് പറയും പോയില്ലേ ഇട്ടും പടത്തിട്ടുള്ളൂ. അപ്പൊ ഓണരും പോവും വീണ്ടും അങ്ങനെ നടന്നിങ്ങനെ കയറുമ്പോണ്ടാവും അരുവികൾ ഇങ്ങനെ ഒഴുകുണ്ടാവും. നിങ്ങൾ ഖുർആൻ ശ്രദ്ധിച്ചു വെച്ചാൽ മതി. സ്വർഗം എന്ന് പറഞ്ഞ അപ്പുറം എന്ത് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഭൂമിയിൽ ആലോചിച്ച് നോക്കിയാൽ മതി. റിവർ വ്യൂ അല്ലെ, റിവർ വ്യൂ, പിന്നെ മറ്റേ വ്യൂ അല്ലെ. ഏതെങ്കിലും പോയാൽ ചീഞ്ഞളിഞ്ഞ പോയാലും അതിന്റെ പ്ലാറ്റിന് കായി കൂടുതലായി പോയന്റെ പുഴയോരം നമുക്ക് പറയണ്ട. ഇങ്ങനെ അല്ല പറയുന്നു ഇങ്ങനെ നദികൾ ഒഴുകാണ്. ഭയങ്കര ആരുള്ള നദികൾ. നദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കള്ളൂട്ടി പോയ ജാലിയാറോ അല്ലെങ്കിൽ അതൊക്കെ ഓർമ്മ വരാം. നദി എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് രത്നങ്ങളുടെ മുകളിലൂടെയാണ് ഒഴുകുക. എന്തിന്റെ മുകളിലൂടെ? രത്നങ്ങളുടെ മുകളിലൂടെ ഒഴുകുക. നല്ല പ്യൂർ ഇതായിരിക്കും. പറയാൻ കലർപ്പില്ലാത്ത വെള്ളം, നല്ല പ്യൂർ വെള്ളം ഇങ്ങനെ ഒഴുകാൻ. എന്റെ സൈഡിലൊക്കെ കത്തൂരിയൊക്കെ ഉണ്ടാകാം. മുസ്ക് മരങ്ങൾ ഉണ്ടാവും. മരതകത്തിന്റെ മരങ്ങളേക്കും. മരതകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരതകം എന്ന് പറയാൻ ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? നമ്മൾ പറയാണ് ദുനിയാവിലെ മരതകം സ്വർഗത്തിൽ ചെല്ലിക്കും. മരതകത്തിന്റെ വൃക്ഷങ്ങൾ, അതിന്റെ ഇലകൾ ഉണ്ടാവും. സ്വർണങ്ങൾ, വെള്ളികൾ ഒക്കെ ഇലകൾ. സാധാരണ ഇങ്ങനെ അടുത്തടുത്ത് മരങ്ങളുണ്ടെങ്കിൽ പരസ്പരം അതിന്റെ ശിഖരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരച്ചും. ഈ സ്വർഗത്തിലെ മരങ്ങളുടെ ശിഖരങ്ങൾ ഇങ്ങനെ ഒരച്ചുമ്പം കർണാനന്ദകരമായ നല്ല പാട്ട്, നല്ല മ്യൂസിക്.
ഭയങ്കര ഹരയും. നമ്മുടെ നാട്ടിൽ ഈ മുളക്കെ ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ ആടുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മരങ്ങനെ എടുത്തിട്ട് നല്ല മ്യൂസിക് നിരത്തി വെക്ക വാക്കുവാബും നിരത്തി വെക്കപ്പെട്ട കോപ്പകൾ വനമാരിക്കും ഏത് സൂറത്താണ്? വാക്യ റഹ്മാൻ ഏതാ? വാക്യ റാഷിയ മനസ്സിലായത്? റാഷിയവായി വെള്ളിയാഴ്ച കേക്കല്ലേ, അതല്ല എത്ര ഓർമ്മ, വാക്യം നിങ്ങൾക്ക് എത്ര ഓർമ്മ ഉണ്ടോ? ഞാൻ എപ്പോഴും വെള്ളിയാഴ്ച ഇങ്ങനെ ആലോചിക്കും, ചില പള്ളിയിലൊക്കെ ഇങ്ങനെ അതിന്റെ ഫീസ് മാത്രം തരില്ലേ അല്ലേ? എന്നുവെച്ചാൽ അള്ളാഹുത്താല സുന്നത്താണ്, നിങ്ങളെ സുന്നത്താണ് സൂറത്ത് വെള്ളിയാഴ്ച ദിവസം. പിന്നെ ആലയും റാഷിയും മുതൽ, കാരണം 10 ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെല്ലാരും വരുന്ന ദിവസം ഏത് പള്ളി കൂടുതൽ ആളുണ്ടാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ഫീസ് കൊടുക്കാൻ എന്ത് പോകാനുള്ള സ്ഥലം മറക്കണ്ട, എവിടുക്കാണ് എടുക്കാൻ. പിന്നെ ഫുൾ സ്വർഗത്തിന്റെ ഫീസ്. ജ്വല്ലറിയില് അതിനെ ടെക്സ്റ്റൈൽസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവല്ലോ ഓരോ ഫീസ് ഇങ്ങനെ. ഇതേമാതിരി അള്ള തരികയാണ്. നമ്മളൊന്നും കേൾക്കലില്ല, എന്താണെന്നറിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്തോ ഒരു അരള്ളതാണ്. ജാരിയ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരുറവകളുണ്ട്. ഉറവകൾ ഇങ്ങനെ ഉഷാറായി. വെള്ളം ഉള്ളവർക്ക് എത്തിയാൽ തന്നെ റാറ്റല്ലേ ആണോ? വൈ മലയില് അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ ഒരു കലർപ്പില്ലാത്ത നല്ല വെള്ളം ഒഴുകുകയാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷിക്കും. അള്ള ഫുൾ സെറ്റപ്പ് അതാണ്. ദുനിയാവ് വെള്ളത്തിൽ കളിക്കരുത് നടക്കണം. ദുനിയാവില് വെള്ളത്തിൽ കളിക്കരുത് എന്ന് മനസ്സിലായില്ലേ? വെള്ളം കുടിക്കരുത്. നല്ല നിരത്തി വെക്കപ്പെട്ട കോപ്പകൾ ഉണ്ടാവും. നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി നിൽക്കുന്ന കോപ്പകളായിരിക്കും. അവൻ അങ്ങനത്തെ ഇറങ്ങിയിട്ട് ഇഷ്ടം പോലെ കോരി കുടിക്കാം. ഇത് സാധാ പിന്നെ വെള്ളത്തിന്റെ നദിയാണ്. ലബൻ പാലിന്റെ നദി. എന്തിന്റെ നദി? വൈ പാലിന്റെ നദി. എന്റെ രുചിക്കത്തില്ല, ഒരു വ്യത്യാസമില്ലാത്ത നല്ല പാലിന്റെ നദി ഇങ്ങനെ ഒഴുകുണ്ടാവും. കോപ്പകൾ നിറച്ചുണ്ടാവും, കുടിക്കാം. നല്ല പ്യൂർ തേൻ എന്റെ നദി. തേനൊക്കെ കുത്തിയിലല്ല, എന്താണ് നദി എന്ന് പറഞ്ഞാൽ വഴി ഒഴുകുകയാണ്. ഇങ്ങനെ രത്നത്തിന്റെ മുകളിലൂടെ എന്തൊഴുകാണ്? തേൻ ഇങ്ങനെ ഒഴുകുകയാണ്, ഇങ്ങനെ ഒഴുകുകയാണ്. എന്ത് നിങ്ങൾ ആലോചിച്ചു? നമ്മൾ സങ്കല്പിക്കുക. നമ്മളെ പെരന്റെ മുറ്റത്ത് കൂടെ ഒരു വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് കയറി ആ ചീഞ്ഞ വെള്ളം രണ്ടാമത് വരണമെങ്കിൽ കായ് സ്വർഗം ഇങ്ങനെ ഒഴുകുകയാണ്. നദി എന്നല്ല അള്ള പറഞ്ഞത്, അൻഹാർ എന്നാണ് പറഞ്ഞത്. അൻഹാർ എന്ന് പറഞ്ഞാൽ എന്താ? നദികൾ ഉണ്ടാവും, നദികൾ ഉണ്ടാവും, അതിങ്ങനെ ഒഴുകുണ്ടാവും. അൻഹാറും മിൻ അസലിൻ മുസഫ. പിന്നെ അൻഹാറും മിൻ ഖംറിൻ, അൻഹാറും മിൻ ഖംറിൻ, കള്ളിന്റെ നദി. എന്ത് നദി? അൻഹാറും മിൻ ഖംറിൻ, കള്ളിന്റെ നദി. ലസ്സത്തൽ ലിശാരിബീൻ. കള്ള് പറഞ്ഞപ്പം തേൻ പറഞ്ഞപ്പം തേൻ എന്ന് പറഞ്ഞ ആൾക്ക് വേറെ സംശയം ഉണ്ടാവും, ഇത് തേനാണോ ഉണ്ടാവില്ലേ? എന്താ പറയാ നിങ്ങൾ തേന്റെ കാര്യം ഒറിജിനൽ ആണോ ചോദിക്കും. പിന്നെ തീപ്പെട്ടി ഇറക്കുക, കത്തിക്കുക, പിന്നെ ഈച്ചറ പിടിക്കുക, പാറിക്കുക, പല പരിപാടി തേങ്ങാടില്ലേ. ഒരു തീപ്പെട്ടി കൊണ്ട് ഈച്ചൊക്കെ ആയിട്ട് അവല ഇറക്കണ്ടേ. കാരണം സമുദായത്തിന് ഇത്ര പറഞ്ഞാൽ എന്താവില്ല, വിശ്വാസാവില്ല. ഞാൻ ഓരോരുത്തര പറഞ്ഞാൽ നമുക്ക്, കാരണം തേന്റെ കാര്യത്തിൽ എപ്പോഴും സംശയമാണ്, തർക്കമുണ്ടോ. അല്ല തേൻ പറഞ്ഞു നിങ്ങൾ ദുനിയാവിൽ വരെ തേനായിട്ട് കളിച്ചിട്ടുണ്ടാവും, ഇവിടെ പിന്നെ അതിനും പ്രശ്നമില്ല, മുസഫാണ്. എന്താണ്? ഫുൾ പ്യൂർ തേനീക്കും. കാരണം അവിടെ തേനീച്ചനോടല്ല ഉണ്ടാക്കല്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇവിടെ തേനീച്ചൊന്നും ഇത്ര കിണ്ടൽ കിടക്കും തേനൊന്നും ഉണ്ടാക്കായിട്ടോട് ആവില്ല, തേനീച്ചന്നില്ല. പിന്നെ മനുഷ്യൻ ശർക്കരയും ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് തേനന്നെ കൊടുക്കണ്ടപ്പോ വിചാരിച്ചിട്ട് മദ്യം വരെയാണല്ല. വാൻഹാരൻ ഹംറ്, കള്ളിന്റെ നദി. ആടെ അള്ളാഹു തആല പറഞ്ഞു ദുനിയാവിൽ ഉള്ളടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓര് ചിലപ്പോൾ ഓരോട് പറയും അത് ശരി ഈ കള്ളൊക്കെ പാടല്ലേ. കാരണം ഇവിടെ തന്നെ കള്ളുടിച്ചാൽ എങ്ങനെ പറഞ്ഞാല് മൂക്കൊക്കെ പൊട്ടിച്ച് അങ്ങനെ ക്ലാസ്സിലൊക്കെ കുറച്ച് വെച്ച് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞു ഒരൊറ്റ പാറില്ല.
എന്നിട്ട് അപ്പൊ തന്നെ ഈ ബോട്ടൊക്കെ വാരിച്ച് ഒരാറ്റ ചേമ്പലും ചേമ്പലാണ്. ആണ്ട് ആ ചോയം ഇങ്ങോട്ട് വരരുത്, ആ നല്ല മുകളിട്ട് അവന്മാരോട് കയറിയാൽ അങ്ങോട്ട് ഇറങ്ങിയാൽ പോകണം. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ടില്ല, എന്നാലെന്നെ എന്താക്കും, ചിലപ്പം ഛർദിക്കും. അപ്പൊ ഞാടത്തിൽപ്പെട്ട് വന്നിട്ട് നദിയിലേക്ക് എന്താക്കാൻ അല്ല പറയാണ്, കുടിക്കാൻ ഭയങ്കര രുചിയായിരിക്കും. രുചി എന്നൊക്കെ ആരാ പറഞ്ഞറിയോ? ആരാ? അല്ല പറയണേ. അല്ല രുചി എന്നൊക്കെ പറഞ്ഞ അതെന്തേക്കും? രുചിയായിരിക്കും. ഭയങ്കര രുചിയില്ലേ കള്ളിന്റെ നദിങ്ങനെ ഒഴുകുണ്ടാവും. അതിൽക്കാണ് ഇവനെ കയറ്റി വിടുക. അങ്ങനെ നോക്കുമ്പോണ്ടാവും കുറെ ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ടാവും. അതിസൗന്ദര്യവതികളാ സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ടാവും. ഇപ്പം വിചാരിക്കും തന്നെയാണ് സ്വർഗം. ചിലരുടെ പോകുമ്പോൾ പറയും, ഇല്ലല്ല ഞങ്ങൾ ഹാദിമാത്തുകളാണ് സ്വർഗത്തിലെ, ഞങ്ങൾക്കല്ല നിങ്ങളെ പെണ്ണുങ്ങൾ, ഞങ്ങളൊന്നും നിങ്ങളെ പെണ്ണുങ്ങളല്ലേ, ഞങ്ങൾ ഇവിടുത്തെ കുറെ ക്ലീൻ ചെയ്തി ഇവിടുത്തെ ആൾക്കാരാണെന്ന് പറയും. അത്ര പിന്നെങ്ങനെ പോവാണ് സ്വർഗത്തിന്റെ അവസ്ഥകൾ. എത്രയാണ് തീരൂല. അങ്ങനെ കിടക്കാൻ राय के दाने के बराबर ईमान बचा कर ले गया, इस दुनिया से 10 बड़ी जन्नत अता फरमाएंगे. കടുകിന്റെ മണിന്റെ അത്രക്കുള്ള ഈമാനായിട്ട് പോയാൽ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം കിട്ടും. മലപ്പുറത്തിന് 10 ഇരട്ടിയല്ല, എന്തിന്റെ എന്തേക്കോ സ്വർഗം. ആർക്കാണ് കൊടുക്കണേ? റായ്ക്ക് ദാനയ്ക്ക് ബറാബർ, ഒരു കടുകിന്റെ മണിന്റെ അളവിൽ കൊണ്ടുപോകണം. അപ്പം നല്ല സെറ്റപ്പ് ഈമാനായിട്ട് ചെല്ലണമല്ലോ. വിശാലമായി കിടക്കുന്നു തോട്ടങ്ങൾ. അങ്ങനെ പറയണം, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ. അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ. ആരാന്റെ അരുവിന്നല്ല, ആരുതാണ്? ഞമ്മക്കെന്താ ഒരു പുഴയൊക്കെ സ്വന്തമായിട്ടുണ്ടായി പറഞ്ഞാല് നിങ്ങൾ ആലോചിക്കുക. നമ്മളെ തോട്ടത്തിൽ കൂടെ മാത്രം ഇങ്ങനെ പുഴ ഒഴിക്കാൻ പറ്റാം. അള്ളാഹു പറയാൻ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ ഉണ്ട് അവിടെ. അങ്ങനെ തോട്ടങ്ങൾ ഫുള്ള്. സ്വർഗത്തിൽ കയറി ഉടനെ ഒരു പിന്നെ സ്റ്റിക്ക് കൊടുക്കും. മാജിക് കരയുണ്ടാവുമല്ലോ. ഈ മജീഷ്യന്മാരെ കണ്ടില്ല, ഒരു വടി കണ്ടില്ല നിങ്ങൾ? ഇങ്ങനെ അതിലിങ്ങനെയൊക്കെ കാണിക്കണേ. അതേപോലെ സ്റ്റിക്ക്, സ്വർണത്തിന്റെ ഒരു സ്റ്റിക്ക് കൊടുക്കും, ഒരു വടി. ആ വടി എന്താന്ന് പറഞ്ഞാൽ അയാളെ എവിടെ ആംഗ്യം കാണിച്ചാലും എന്ത് ചെയ്യും? നദി ഇങ്ങോട്ട് ആംഗ്യം കാണിച്ചാൽ ഇലങ്ങോട്ട് വരും, അങ്ങോട്ടാക്കി അങ്ങോട്ട് പോകും. നമുക്കിപ്പോൾ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമൊന്നുമില്ല. റിമോട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കണ്ടില്ല നിങ്ങൾ? അങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ഇപ്പൊ അമേരിക്കന്റെ തുണിച്ചിട്ട് കാണുന്നതാണ് കാണാൻ പോയില്ലെങ്കിൽ എന്ന് വെച്ചാൽ അതാണ്. ഇന്ത്യന്റെ കാണുന്ന ഇന്ത്യ ഏത് വെച്ചാലും കാണുന്നുണ്ട്. വണ്ടികൾ റിമോട്ടിലോടുണ്ട്, അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സ്വർഗം അല്ല റിമോട്ട് അവന്റെ കൈമ കൊടുക്കാൻ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടേക്കോ. ഭയങ്കര രസം. അവൻ ഫുള്ള് അവിടുത്തെ അധികാരമാണ്. അവനെ വെറുപ്പിക്കാൻ ആരുണ്ടാവില്ല. സ്വർഗത്തിൽ കയറുമ്പോൾ തന്നെ അള്ളാഹു ഫുള്ള് ക്ലീൻ ചെയ്യും. ഈ ദുനിയാവിലെ ഈ കുയിന്ത് അസൂയ എന്നൊക്കെ പറഞ്ഞ സാധനത്തെ ഒഴിവാക്കിണ്ടാവും. ആണിന്റെ പെണ്ണിന്റെ ഫുള്ള് സലീമായ ഹൃദയത്തോട് കൂടിയാണ് എടുത്തുക, സംശുദ്ധമായ ഹൃദയത്തിൽ. പിന്നെ നിയമത്തുകളോട് നിയമത്തുകൾ സൂറത്ത് യാസീൻ പറയുന്നത്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. നമ്മൾ ഓതുമ്പോഴൊന്നും ഇത് അറിയലെന്നില്ല. നമ്മൾ ഓർമ്മ അറിയില്ല. ഓർമ്മ അറിഞ്ഞാൽ രോമം ഇങ്ങനെ പൊന്തും. അള്ളാഹുവിനോട് നിർത്തിട്ട് ചോദിക്കും, തരണേ കുറച്ചാണ് അസ്ഹാബുൽ ജന്നയിലാക്കണേ കുറച്ചാണ്. നമ്മൾ പോക്കാണ്. 2 മിനിറ്റ് കൊണ്ട് യാസിൻ തീർക്കണം. ഇല്ല, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. നിശ്ചയം ഇന്നത്തെ ദിവസം സ്വർഗവാസികൾ എവിടെയല്ലേ? ഈ ശുഗൽ. ശുഗൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ശുഗൽ നമ്മൾ മലയാളം പറയല്ലേ? സോയില്. ഓന് വേറൊരു സോയിലും ഇല്ല. തിന്നാ കുടിക്കുക ഉറങ്ങാന്നൊക്കെ പറയില്ല എമ്മാര്. ഒരു പണിക്കോന് ഓനൊരു സോയിലും ഇല്ല. ഓനെത്താ സോയില്? ഓന് തിന്നാ കുടിച്ചാ കിടക്കുക നടക്കുക കളിച്ചാന്നല്ലാണ്ടെന്നൊക്കെ പറയില്ലേ? അതേമാതിരി ആ ശുഗൽ ആണ്. പഴയ അറബികൾ വന്നിട്ട് ശുഗൽ പറഞ്ഞതാണ്, നമ്മൾ ഷോലാക്കിയത്. നമ്മൾ പിന്നെ ഫുള്ള് നമ്മളെ വട്ടത്തിനാക്കും. അറബി ഓണായി പഠിക്കാന്നുള്ള കാഴ്ചപ്പാടാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ശുഗ്ലാണുള്ളത്, ഫാകിഹൂൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അസന്റെ മുമ്പ് ജോലി തന്നെ എന്താ വൈ സുഖിക്കുക.
ഫാക്കിഹൂൻ എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹങ്ങളിലാണ് മൂപ്പർക്ക് ജോലി. ജോലി എന്താ സുഖം, വേറെ എന്തും പണിയില്ല. സുഖാനുഗ്രഹങ്ങളിൽ ജോലിയായിക്കൊണ്ടിരിക്കുന്നവർ അവരും അവരുടെ ഇണകളും അവർ അവരുടെ ഇണകളുണ്ടാവും. ഒറ്റക്കല്ല, ഒറ്റക്കല്ല, ഇണകളുണ്ടാവും. ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ഇണകളായിട്ടാണ്. അവർ നിഴലുകളിലാണ്, തണലുകളിലാണുള്ളത്. അലങ്കൃതമാക്കപ്പെട്ട കട്ടിലുകളിൽ, സോഫകളിൽ അവരിങ്ങനെ ചാരി ഇരിക്കൊണ്ടതാണ്. ഒട്ടകത്തിന്റെ മുകളിലൊക്കെ കണ്ടിലൊക്കെ ഇങ്ങനെ ചാരിക്കലുണ്ടല്ലോ, ആ ചാരിക്കൽ ഉള്ള പറഞ്ഞതിനാണ്. സ്വർഗത്തിൽ ഓരിങ്ങനെ കടലുകളിൽ ചാരിക്കുണ്ടാവും. ജോലി എന്താണ്? സുഖാനുഗ്രഹങ്ങളിൽ ജോലിയായിട്ട് ഇങ്ങനെ ചാരിക്കുണ്ടാവും. ഓരോ മോരെ ഇണകളും വേറെ ആരുമില്ല. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്ക് അവിടെ ഉണ്ട് ഫാകിഹത്തുൻ, പഴവർഗ്ഗങ്ങളുണ്ട്. എന്തിന്റെ വൈ? ഫ്രൂട്ട്സ്. സ്വർഗത്തിലത്തെ, ഇവിടുത്തല്ല, സ്വർഗത്തിലെ ഫ്രൂട്ടുകൾ ഉണ്ടാവും. സ്വർഗത്തിലെ ഫ്രൂട്ട് എന്താ? ഇവിടെ നമ്മളിപ്പോ എവിടെന്നെങ്കിൽ നമ്മളിപ്പോ ഒരു കഷ്ണം ആപ്പിൾ ഒന്നും തിന്നൊക്കെ ഭയങ്കര ടേസ്റ്റ് പക്ഷെ അയാൾ രണ്ടാമത് ചോദിക്കാൻ നമ്മുടെ അഭിമാനം സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ നീയത്തേക്കും ഒരു എന്തായാലും വാങ്ങണം, 1 കിലോ 2 കിലോ വാങ്ങണം. അങ്ങനെ വലിയ ആർത്തി കൊടുത്തിട്ട് 2 കിലോ വാങ്ങിപ്പോയി പെരേക്കെത്തി. അങ്ങനെ പെണ്ണുങ്ങൾ കത്തിരിക്കുന്ന പറഞ്ഞു ഇങ്ങനെ കത്തിരിച്ച് ഇങ്ങനെ മുറിച്ച് ഒന്നിങ്ങനെ തിന്നു. അത് നമുക്ക് ചെറിയ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത പാടി തിന്നുമോ ഒരു പകുതി തിന്നു, അടുത്ത പകുതി തിന്നുമോ പിന്നെ കൊണ്ടുവന്നല്ലേ 2 തിന്നാല് പിന്നെ പെണ്ണുങ്ങൾ അതുകൂടി കഴിച്ചാലായിരുന്നു. ഇനി അവിടെ വെക്കണ്ടാന്ന് വേണ്ടാന്ന് അത് മടുത്ത്. അതിന്റെ ടേസ്റ്റ് ആദ്യം തിന്നുന്ന ടേസ്റ്റ് എന്തിനില്ല, രണ്ടാമത്തെ കടിക്കില്ല. സ്വർഗത്തിൽ അങ്ങനല്ല. സ്വർഗത്തിൽ ഒരു പഴത്തിന് തന്നെ 40 രുചികളൊക്കെ ഉണ്ടാവും. ഒരു ആപ്പിൾ കടിച്ചു ഒരു ടേസ്റ്റ്, അടുത്ത ആ ആപ്പിൾ തന്നെ അപ്പുറത്ത് കടിച്ചാൽ വേറെ ടേസ്റ്റ്. ഭയങ്കര അറിയിക്കും. അങ്ങനത്തെ പഴങ്ങള് ഇവിടുത്തെ പഴത്തെ നല്ല നോക്കി തിന്നണം. എന്തുണ്ടാവും? പുഴുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ സാധനം പറയല്, ചെള്ളും കാർബൺ മറ്റേത് മറിച്ച്. അവിടെ പിന്നെ ആ പരിപാടി ഒന്നുമില്ല. സ്വർഗത്തില് ഞാനൊരു ഇതിൽ വായിച്ചു, കുറെ കൊല്ലം മുമ്പാണ് വായിച്ചപ്പോ ഉണ്ട് ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ ഒരാൾ നടന്നു പോവാണ്, ഇങ്ങനെ പഴങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കുണ്ട്. അങ്ങനെ അയാളെ തല ഒന്നുമേൽ തട്ടി. അപ്പൊ ആ പഴം താഴ്ത്തിക്കാൻ എടുക്കുന്നു. അതിന്റെ പൊട്ടിയ ചിതരയായി. അതിന് നല്ല അതിസുന്ദരിയായ ഒരു ഊറി സ്ത്രീ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവനോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വായിച്ചു. ചിലതൊന്ന് വായിച്ചാൽ എന്താവൂല, ഇങ്ങനെ ദഹിക്കൂല. അങ്ങനൊരു പ്രശ്നമുള്ള ഒരാളായിരുന്നു. അതിങ്ങനെ തലയിൽ ഇങ്ങനെ കിടക്കും. എന്താണ് അത്? ഒരു ദിവസം ഇങ്ങനെ മാങ്ങ മുറിക്കാണ്. അപ്പണ്ട് അതിന്റെ അണ്ടിന്റെ ഉള്ളിൽ നിന്ന് രാജാവ് വരുന്നുണ്ട്. കണ്ടിടങ്ങള് കണ്ടിടാണ്. ചില ഫുൾ ദമ്മിലുണ്ടായി. അയാൾ പേടിച്ചിട്ടൊന്നല്ല ഉള്ളു. നമ്മൾ ആരാടാന്ന് വെച്ചിട്ടില്ല ആ വരവാണ്. അങ്ങനെ നിന്ന് അതിന് അണ്ടിന്റെ മുളകെ നിന്ന് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ട് മൂപ്പര് കല്യാണത്തിന് പോകണം. അതിലൊരു ഒറ്റ പോക്കാണ്. മൂപ്പര് ആദ്യമായിട്ട് കാണുകയാണ് ഇത് ഈ ലോകം. പക്ഷെ മൂപ്പർക്ക് ശങ്കിച്ച് നിൽക്കലോ ഇനി എടുക്കാൻ പോവാന്നൊന്നുമില്ല. മൂപ്പർ ഒറ്റ പോക്കാണ്. ഫുൾ കൺട്രോൾ. ആര് നല്ല ഓൻക്ക് റൂട്ടും ഓന്റെ ഫുൾ ഫുഡും ഒരു കുത്തും കൂടി ഉണ്ടാവില്ല. നേരെ ഉണ്ടാവോ? അതാണ് ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഞാൻ അങ്ങനെ നീച്ചു പോകണം. ഇങ്ങനെ നോക്കി അപ്പൊ എനിക്ക് മറ്റേ തോന്നുന്നു, ദുനിയാവ് കീടവും മക്കളുടെയും ജഗാണ്. ദുനിയാവ് ഇവിടെ ഈ പ്രാണി ഇതിന്റെ ഒക്കെ നാടാണ്, ചരിഞ്ഞ ചീഞ്ഞന്റെ നാടാണ്. സ്വർഗം പരിശുദ്ധാണ്. അപ്പൊ അവിടുത്തെ അതിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാകാന്ന് പറഞ്ഞാൽ, ദുനിയാവിന് കീടുണ്ടാകുകയാണെങ്കിൽ അവിടെ ഊരുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. അതുകൊണ്ട് പഴങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഇഷ്ടം പോലെ. പഴം പറിച്ച് കൊട്ടയെ വെച്ച് ആകെ ഈ ചാർജ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫുൾ ഫ്രഷ് ആൻഡ് ഫ്രഷ്. ഖുറാൻ പറയാണ്
അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഒരാളിങ്ങനെ ആലോചിക്കാൻ ഒരു ആപ്പിൾ വേണം, അപ്പൊ ആപ്പിളിന്റെ വൃക്ഷത്തിന്റെ ശിഖരം ഇങ്ങനെ അടുത്തിങ്ങനെ വരും. അവൻ പതുക്കെ പൊട്ടിക്കുക, തിന്ന് കടിക്കുക, ഓരോ കടിക്കും ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുക. വേറെ നപ്പുറത്തുനിന്ന് ആഗ്രഹിച്ചു വൃത്തുക്കാല് വേണം, അപ്പം വൃത്തുക്കാലെന്നല്ല വൈദ്യുതിച്ചണം മുറിച്ചണം അടങ്ങി അതൊന്നുമില്ല. പ്രശ്നങ്ങൾ പൊതുവെ ഇല്ല. ഉള്ളു റാത്തായിട്ട് ഇങ്ങനെ തിന്ന, തോലടക്കം തിന്ന ഏതാറങ്ങ ഇങ്ങനെ ഓരോ സാധനം വിചാരിക്കുന്നതിനനുസരിച്ച് കുത്തുപോകാതെ അല്ല പറയാൻ ഈ അങ്ങോട്ട് പോണ്ട, അത് ഇങ്ങോട്ട് വരും. ശിഖരങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വരും. ഫ്രഷ് ആയിക്കൊണ്ടാകുക. എപ്പോഴും സാധാരണ കാണാൻ പറ്റും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പം ഈ പിന്നെ നാഗ്പൂർ ആ സൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം ഓറഞ്ചൊക്കെ ഉണ്ടാവും, ഇലനോട് കൂടി പൊട്ടിച്ചുണ്ടാവും. പിന്നെ മറ്റേ എന്താണ് പറയുക, അടക്കപ്പഴം, ഏലക്ക അതുണ്ടാവും. 2 ഇല കൂട്ടിയെ പൊട്ടിച്ച്. എന്തിനാണ് ഇല കൂട്ടി പൊട്ടിക്കണേ? ഇപ്പൊ പറിച്ച് കയറിച്ചോളൂ, എലും കൂടി ഉണങ്ങിയിട്ടില്ല. അള്ള പറയണേ നിങ്ങൾ ഇല പൊട്ടിക്കലൊന്നുമില്ല, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ, അടുത്തേക്ക് വരാം, എന്താണ് ഇങ്ങനെ പൊട്ടിക്കുക, കഴിക്കുക, ആ ശിഖരം പോവും, അടുത്ത് വരും. എന്ത് വേണമെങ്കിലും വിചാരിച്ചമായിരാണ് ധാനിയ. ശിഖരങ്ങളൊക്കെ അടുത്തേക്ക് ഇങ്ങനെ വരും. എന്ത് പഴമാണോ ആഗ്രഹിക്കുന്നത് മുഴുവൻ പഴങ്ങളും വരും. നമുക്കൊരു ബേജാറുണ്ടാവില്ല, ഭയങ്കര റാഹത്തിലേക്ക് ഉണ്ടാകാം. പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ അടുത്തേക്ക് വരും. പിന്നെ അല്ലാഹു പറയാണ് വലഹ്മി ഖൈരിൻ മിമ്മാ യശ്തഹൂൻ. നിങ്ങൾക്ക് പക്ഷിമാംസം കിട്ടും. എന്ത് മാംസം ഭായി? എന്ത് മാംസം? പക്ഷിന്റെ മാംസം ഉണ്ടാവും. ഏത് പക്ഷിയാണ് നിങ്ങൾക്ക് ആഗ്രഹം ആ പക്ഷിന്റെ മാംസം ഉണ്ടാവും. വലഹ്മി ഖൈരിൻ മിമ്മാ യശ്തഹൂൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളവിടെ വെച്ച് കാടല്ല കോയിന്റെ ആണ്. നമ്മൾ വെച്ചാൽ എന്താ ഭായി? കടപറ കോയില്ല. നമ്മൾ വെച്ചു പിന്നെ ഫ്രൈന്റെ തന്തൂരി. നമ്മൾ വെച്ചൊന്നുണ്ടല്ലോ ഓടാടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ വാങ്ങി ഫ്രൈ ആക്കി തരാം. 15 മിനിറ്റ് 20 മിനിറ്റ് കാക്കണം. ഇതൊന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷി മാംസം ഉണ്ടാവും. ഭാര്യയും ഭർത്താവും കൂടി എടപ്പം ഉള്ളത് വഴി അലൽ അറായിക്ക് മുത്തക്കി ഇങ്ങനെ ചാരി ഇരിക്കാണ്. അപ്പൊ ഇങ്ങനെ പക്ഷി പറക്കുണ്ടാവും. അപ്പൊ ആഗ്രഹിച്ചാൽ അതിങ്ങനെ വരും. എന്തായിട്ടാണോ ആഗ്രഹിച്ചത് അതേമാതിരി തിന്ന അതിന്റെ എല്ലാം അവിടെ ഇടുക, അത് വീണ്ടും പറന്നു പോകും. വീണ്ടും പറന്നു പോകും. ഭയങ്കര ആരം. ഇഷ്ടപ്പെട്ട പക്ഷിമാംസം അല്ല പറയാൻ അവിടെ എന്തുണ്ട്? പഴവർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്ന പക്ഷിമാംസങ്ങളുണ്ട്. ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. വസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നല്ല നേരിയ പട്ട്, കട്ടിയുള്ള പട്ട്, അതൊക്കെ ഉണ്ടാവും അവിടെ. നല്ല ആഭരണങ്ങൾ ഉണ്ടാവും. വെള്ളിന്റെ ആഭരണങ്ങൾ അണിയിക്കും. വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ വില ഉണ്ടാവില്ല. സ്വർഗത്തിലെ വെള്ളിയാണ്. സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉണ്ടാവും. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ ആഭരണങ്ങൾ അണിയിക്കുന്നു. സ്ത്രീകളെ അണിക്കും. ആരെ അണിക്കും? പുരുഷന്മാരെ അണിക്കും. സൗന്ദര്യം മുഴുവൻ ഞാമത്തുകളും തയ്യാറാക്കി വെച്ചതാണ്. പാനീയങ്ങൾ ഒരുപാട്. തസ്നീം കലത്തിയ വെള്ളം ഉണ്ടാവും അവിടെ. മുഖറബീങ്ങൾക്ക് സ്പെഷ്യൽ പോണം. ഹിജാപ്പൾക്കും ടീമിനും വേറെ വെള്ളം അങ്ങനുണ്ടല്ലേ. ഇതേമാതിരി മുഖറബീങ്ങളായ ആൾക്ക് നമ്മൾ കേൾക്കേണ്ടതായി സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു മൂല കിട്ടിയാൽ മതി. മൂലൊന്നും പോരാ. എവിടെത്തണം? അതിന്റെ ടോപ്പിലെത്തണം. ഭയങ്കര ഹരയിക്കും. സ്വർഗത്തിൽ ഹൂറികളുണ്ട്. സ്വർഗത്തിലെ ഹൂറികൾ അല്ലാഹു തആല പറയാണ് ഷിപ്പിന്റെ ഉള്ളിലുള്ള മുത്ത് പോലെയായിരിക്കും. ആരാ പറഞ്ഞേ? അള്ള പറയണേ. നമ്മളിവിടെ വെള്ളടിച്ച് കഞ്ചടിച്ചാളെ ഇതല്ല. ആര് പറയണേ? അള്ള പറയണേ. മുത്ത്
ഹൈമകൾ പുള്ളി അങ്ങനത്തെ ഹൂറികൾ അതിന്റെ ഉള്ളിലുള്ളത്. ഓരോ ഒരു മനുഷ്യനും ഒരു ജിന്നും മുമ്പ് ചെയ്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. അല്ലാഹു പറയാണ്, ഞാൻ അവരൊരുണ്ടാക്കൽ. ഒരാൾ പറയാൻ ആക്കി തരാൻ ഞാനൊരു വരച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് അയാളൊന്ന് മെനക്കെട്ട് അല്ലാഹു പറയുന്നത് ഞാനൊരു ഉണ്ടാക്കി ആ പെണ്ണുങ്ങളെ. അവരെ ഞാൻ കന്യകകളാക്കിയിരിക്കുന്നു. സ്വർഗത്തേക്ക് പ്രവേശിച്ച പിന്നെ കന്യകാ കർമ്മം പോണ പ്രശ്നമില്ല, ഒരെണ്ണം കന്യകകളാണ്. സമപ്രായക്കാരായ തരുണികളാണ് അവർ. ആര് പറയാണ്? അല്ലാഹു പറയാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന രീതിയാണ്. അല്ലാഹു ഫുള്ള് പുരുഷന്മാരെ സൈഡാണ്. കുറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഇനിയും സ്ത്രീകൾക്ക് ദേഷ്യപ്പെടുത്തും. പക്ഷേ ഈ പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായാലും സ്വർഗവാസിക്ക് ആരെന്നെ വേണം? ഓന്റെ ദുനിയാവിൽ ഓന്റെ എന്നെ വേണം. ഓൻക്ക് ഒന്നും പ്രശ്നമില്ല, ഊറിയും ഒന്നും ഓനും ഉണ്ടാവും. ഓൻക്ക് ഏറ്റവും ഇഷ്ടായിരിക്കും ഓന്റെ ദുനിയാവിൽ ഓന്റെ ഭാര്യയ്ക്കും. കാരണം ഊറികളെക്കാളൊക്കെ ഊറികളൊക്കെ വരെ ഹാദിമാത്തുകൾ മാത്രമാണ്. ഓരാണ് അവിടുത്തെ രാജ്ഞികൾ, ഓർക്കാണ് അവിടെ വെയിറ്റ്, ഓർക്കാണ് അവിടെ പവർ. ഓരും വിലയിട്ട് ഫൈറ്റിംഗ് എന്നപ്പോൾ നിങ്ങൾ എപ്പോഴും ഫൈറ്റിംഗ് ഉണ്ടാവുമല്ലോ, നിശ്ചയിച്ച ആടി ഉണ്ടാവും. ഒരെപ്പോഴും ഇങ്ങനെ ഒരു കൊളുത്ത് എന്തായാലും കൊളുത്തും. എത്ര പണിക്കർ വലിയ സ്ഥാനം ഇവിടെ എന്ന് കഴിക്കും. ഞാൻ ഹൂറികളോട് വരെ ചോദിക്കും. പക്ഷെ കുയിന്റുണ്ടാവില്ല കേട്ടോ. അള്ള പ്രത്യേകം പറയണ്ടേ, അവിടുത്തെ സ്ത്രീകൾക്ക് എന്തുണ്ടാവില്ല, ഫുള്ള് കുയിന്റ് ഒഴിവാക്കിയിട്ടാണ് അവിടെ കേൾക്കുക. അല്ലെങ്കിൽ ആകെ പണിയാവൂലേ. സ്വർഗം നരകാൻ വേറെ ഇടം പോണോ? അവിടെ കുയിന്റുണ്ടാവില്ല. ഫുള്ള് നല്ല സംശുദ്ധകളായ പെണ്ണുങ്ങളേക്ക് വരും. ഓരോ പെണ്ണുങ്ങളോട് ചോദിക്കും, ഊറികളോട് ചോദിക്കും, നിങ്ങൾ വലിയ ദമ്മൊക്കെ കാട്ടുണ്ടല്ലോ, എന്താ നിങ്ങളെ ദമ്മിന് കുഴപ്പമില്ല, നിങ്ങൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത് നിൽക്കും. ഊറികൾ അറിയാണ്ട് സുജൂദ് ചെയ്തില്ലായിരുന്നു. നിങ്ങൾ അള്ളാഹ്ക്ക് ഉറപ്പ് ചെയ്ത് നിൽക്കും, ഞങ്ങൾ ഉറപ്പ് ചെയ്തില്ലായിരുന്നു. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടന്നു നിൽക്കും. ഓ പെണ്ണുങ്ങൾ അറിയാം ഞങ്ങൾ പട്ടിണി കിടന്നില്ലായിരുന്നു. നിങ്ങൾ അള്ളാഹ്ക്ക് ദിക്ർ ചെയ്ത് നിൽക്കും, ഞങ്ങൾ ദിക്ർ ചെയ്തില്ലായിരുന്നു. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചെന്നും ചെയ്യും, അല്ലേ, നമ്മൾ ക്ഷമിച്ചില്ല. ഈ പെണ്ണുങ്ങൾ പണ്ടെടുക്കും, നഹ്നു സായിമാത്ത്, നഹ്നു സാകിറാത്ത്, നഹ്നു സാജിദാത്ത്, നഹ്നു റാക്കിആത്ത്, നഹ്നു സാബിറാത്ത്. ഞങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ്. നിങ്ങളും ഞങ്ങളും ഒരിക്കലും തുല്യരാവില്ല. ശരിക്കും ആലോചിച്ചൊക്കെ സുജൂദിന്റെ വിലത്തിരന് റബ്ബായ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ ഒരേ ഭാഗ്യ സഹോദര. ഞങ്ങൾ അഭിമാനിച്ച പെണ്ണുങ്ങൾ പറയും ഞങ്ങൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത പെണ്ണുങ്ങളാണ്. നിങ്ങൾ കുട്ടികളെയായി. അതുകൊണ്ട് ഏറ്റവും സൗന്ദര്യം ഭൂമിയിലെ സ്ത്രീകളായി, ഏറ്റവും സൗന്ദര്യം. അതുകൊണ്ട് ദീനനുസരിക്കുന്ന ഭാര്യയും ഭർത്താവും ഓർക്ക് ദുനിയാവിൽ സ്വർഗം, ആഖിറത്തിൽ ഏറ്റവും സ്വർഗം, വലിയ സ്വർഗത്തിന് ആൾക്കാരാണ്. വേറെ സന്തോഷം. ചില ആൾക്കാരെങ്കിലും ടെൻഷനാണ്ടാവും. പഠിച്ചോന് മുമ്പൊരാളോട് പറഞ്ഞ പെണ്ണുങ്ങൾ നിശ്ചയിച്ചൂടെ മനസ്സിലാക്കി വെച്ചു. അയാൾ പറഞ്ഞു, കുറേ പറഞ്ഞപ്പോ അയാൾ എന്നും പറയുന്നത് ഒച്ച ഉണ്ടാക്കുന്നതിന് ചൂടാവും അത് ഇതൊക്കെ പറഞ്ഞോ. അയാൾ പറഞ്ഞു ഒരു കാര്യം ചെന്ന് അജ്ജ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഞാൻ കിട്ടുന്നത്തെ വെച്ചു, അല്ല രണ്ടാളും കൂടി ഒരു സ്ഥലത്തേക്ക് പോകണ്ടായിരുന്നു. ഉണ്ടാവില്ല. രണ്ടാളും കൂടി ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടി. ഹിന്ദു കച്ചറ കുന്മാരൊന്നുമില്ല. അവിടെ ഒക്കെ ക്ലീൻ ആക്കിയിട്ടാണ് അള്ളാഹു സ്വർഗത്തിൽ ഭയങ്കര സന്തോഷിക്കും.
അപ്പൊ സ്വാഭാവികരുണ്ടാവും, ചില ആളുകൾക്ക് ഭാര്യമാർ ജീനനുസരിച്ച് ജീവിച്ചവരുണ്ടാവും, ഒരു നരകത്തിൽ പോയിട്ടുണ്ടാവും. ഇയാളെന്താ കാട്ട? പ്രശ്നമില്ല. ഭർത്താക്കന്മാർ കുരുത്തം കെട്ട് നരകത്തിൽ പോണ പെണ്ണുങ്ങൾ ഉണ്ടാവും. എവിടെ? സ്വർഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരെ കൊടുക്കും. ഭയങ്കരാത്തിലേക്ക് ഉണ്ടാകാം. ചിലർക്കുണ്ടാവും 2 ഭാര്യമാരൊക്കെ. പ്രശ്നം 2 ഭാര്യമാർ ആകെ പ്രശ്നപ്പെടാം. എന്ത്? 2 ഭാര്യ. അല്ലാഹു തആല പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും, ഇവൻക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ. ആരെ വേണ്ടത്? 2 ആളെ വേണം, 2 ആൾ. ഒരാളെ വേണമെങ്കിൽ ഒരാൾ. ചിലപ്പോൾ ഉണ്ടാവും ഒരു സ്ത്രീനെ 2 ആൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഒരാൾ മരിച്ചു, അപ്പം അവളെ വേറെ ആൾ കല്യാണം കഴിച്ചു, 2 പേപ്പറായി ആയില്ലേ? എന്തായാലും നിന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അല്ലാഹു തആല അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. എനിക്ക് ആരെ വേണ്ടത്? അവന്റെ കൂടെ പോയിക്കോട്ടെ. അയ്യോ മറ്റൊരു ടെൻഷൻ ഒന്നുമില്ലല്ലോ, ഓനക്ക് പാകുള്ളത് ഞാൻ ഇങ്ങനെ ബേജാറായിക്കണ്ട. ഓ അങ്ങനെ ഫുള്ള് പ്രശ്നത്തിന് എന്തുണ്ട്? പരിഹാരമുണ്ട്. ബേജാറണ്ട. സ്ത്രീകൾക്ക് തോന്നുന്നു ഓർക്കൊക്കെ ഊർലിങ്ങൾ, നിങ്ങളൊക്കെ ബേജാറാവണ്ട. സ്ത്രീകൾ അവരാണ് അടുത്ത രാജ്ഞികൾ, ഓർക്ക് വേറെ ആരും വേണ്ട. ഓരാണ് അള്ളാഹു തആല അവർക്ക് അത്ര സുഖം, ഓരല്ലാഹു ഭയങ്കരമായിട്ട് പരിഗണിക്കും. ആയിരത്തും കൂടി ഒരു ഭൂരി എത്തില്ല. ഒരു ഭൂമിയിൽ അള്ളാഹ് സുജൂദ് തഖ്വ ചെയ്ത് പെണ്ണ്. അതുകൊണ്ട് സ്വർഗത്തിൽ എല്ലാ നിയാമത്തുകളും. ഓരോ വസ്ത്രങ്ങൾ ഉണ്ടാവും. ഓരോ വസ്ത്രങ്ങൾ 70 ജോഡി വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും ഒരു. പക്ഷെ എന്നാലും അവരെ മജ്ജ കാണാം. എവിടെ? മജ്ജ കാണാം. അതിനെ ചുരുക്കിയാൽ 2 വിരലിന്റെ ഇടയിൽ വെക്കാനുണ്ടാവുള്ളൂ എന്ന്. വസ്ത്രങ്ങൾ അത്ര നെയ്സ് ഇവിടെ അല്ലടല്ലേ ഏടന്. ഇവിടെ ഇട്ടവർക്കൊക്കെ അവിടെ നല്ല കത്തിയുള്ള സൈസ് മറ്റൊരുക്കുണ്ടാവും. നല്ല കാക്കട്ടെ. അറിയാതെ ഇട്ടവർക്കൊക്കെ മാർച്ച് മാപ്പാക്കട്ടെ. ഇന്നത്തെ ദിവസം എന്തായാലും തീരുമാനം എടുക്കണം. പക്ഷേ നരകത്തില് അങ്ങനത്തെ വസ്ത്രങ്ങൾ. ഒരു ഊരിയായ സ്ത്രീ ഓളെ പുറത്തേക്ക് വിരലിട്ടാൽ സൂര്യന്റെ പ്രഭ മങ്ങും. ഞാനിത് പറയും, നിങ്ങൾ വിചാരിക്കരുത് ഊറിച്ചാലും ഊറി അതിന്റെ ദുനിയാവിലെ സ്ത്രീ അതിന്റെ മുകളിലുള്ള ഊരിന്റെ എത്രയോ മുകളിലാണ്. ഓളെ വിരലൊന്നും വേണ്ടി വരില്ല. ഒരു ഊരിന്റെ വിരൽ പുച്ചങ്ങെടുത്താൽ സൂര്യന്റെ പ്രഭ മങ്ങും. ഓളൊന്ന് തുപ്പിയാൽ കടലിലെ വെള്ളം എന്താവും? ഫേനേക്കാൾ മധുരമുള്ളതാവും. എന്തൊക്കെ സൗന്ദര്യം. അപ്പൊ നമ്മളെ ഭാര്യമാരെ സൗന്ദര്യത്തിലേക്കും അത് നമ്മൾ ആലോചിക്കണ്ടേ. അതിനാണ് ഊണികളെ പറഞ്ഞിരുന്നത്. അത്ര സൗന്ദര്യം. നൂറുസ്കാരില്ല, അസറില്ല, മരുവില്ല, എന്തില്ല സുഖിയില്ല, നോമ്പില്ല. ഇവിടെ ദുനിയാവിലെ റായത്തുള്ളവർക്കൊക്കെ ഉള്ള ഇടത്തിണ്ടാണ് പ്രശ്നം. എന്താണ്? നല്ല മഴയിൽ തണുപ്പിടെ ഒന്ന് ഉറങ്ങുന്ന വെച്ചിട്ട് സുഖം കൊടുത്ത് അറിയിച്ചു പോകണം. കുട്ടികളും മക്കളൊക്കെ എന്നിട്ട് ഇടങ്ങി ഒഴിഞ്ഞിട്ടുണ്ട്. വർത്താനം പറയുമ്പോഴത്തേക്കും മരുമാങ്ക് ഇങ്ങനെ എന്താണ്ടാവും? ഇറങ്ങി ബീച്ചിലോ എവിടെങ്കിലും ഒഴിഞ്ഞാൽ തിരിക്കുമ്പൊക്കെ കാണാൻ എന്ത് കൊടുക്കുന്നു? മരുവാൻ കൊടുക്കണം. അപ്പൊ പിന്നെ ഞാൻ എവിടെങ്കിലൊക്കെ വളി കയറ്റിട്ട് നിസ്കരിക്കാൻ പോകണം. എന്നിടെ മുറിച്ചിലുണ്ടാകാണ്. സ്വർഗത്തിൽ പരിപാടിയില്ല. എന്ത് നിസ്കാരത്തിന്റെ പരിപാടിയില്ല. ഫുള്ള് ഒരു കൽപ്പനയില്ല അവിടെ സ്വർഗത്തിൽ. എനിക്ക് വേണ്ട പോലെ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. വലക്കും ഫീഹാ, നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്, മാ തസ്തഹി അൻഫുസുകും, നിങ്ങളുടെ മനസ്സെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും. അപ്പൊ ആഗ്രഹിക്കുന്ന ജീവിതം എവിടെ ഉണ്ടാകാം? ദുനിയാവില ഇല്ല, സ്വർഗത്തിലാണ്. അവിടെ എന്താഗ്രഹിച്ച മുഴുവൻ ഉണ്ടാവും. എന്തോ റാത്തേക്കും ഫുള്ള് ഹാദിമ്യങ്ങൾ. ഇവിടെ എങ്ങനെയുണ്ട്? കോട്ടപ്പടിയിലോ അല്ല കോട്ടക്കുന്നുമലോ ബീച്ചിലോ അടക്ക ഇടയ്ക്കിൽ പോയി ഇരിക്കുകയാണെങ്കിൽ അടുത്ത ഇങ്ങനെ ചില ചെക്കന്മാരുണ്ടാവും. തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികളുണ്ടാവും. അങ്ങനെ കടലിലേക്ക് വരുന്നുണ്ട്. കടല എന്നുണ്ട്. ചില ഐസ്ക്രീം കൊണ്ടുവരുന്നുണ്ടാവും. ബംഗാളികൾ മറ്റേ അത് ഇതൊക്കെ ആയിട്ട് ബീച്ചിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം. അല്ലാഹു തആല പറയണേ, സ്വർഗത്തിൽ ഞാൻ സെറ്റപ്പ് ചെയ്ത എന്താന്ന് നിങ്ങൾക്കറിയോ? മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, സ്വർഗത്തിൽ അവർ ചാര് കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ചാരിക്കും. അതും കൂടി പറയാൻ അല്ലാഹ് എന്തില്ല.
മറന്നിട്ട് ചാരിക്കും. എങ്ങനെയൊക്കെ ആ ചാരിക്കുന്നൊന്നല്ല, അഭിമുഖമായി ചാരിക്ക എന്നുവെച്ചാൽ ഭർത്താവ് അങ്ങോട്ട്, ഭാര്യ എന്താണ് അഭിമുഖമായി ചാരിക്കും. ഖുർആൻ മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ, മുഖാമുഖമായി ചാരിക്ക. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരതാമസക്കാരായ കുട്ടികൾ അവരെങ്ങനെ തവാഫ് ചെയ്യണ്ടാവും, ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും. സ്ഥിരതാമസക്കാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ സെർവന്റൊക്കെ വെച്ച ഒരു മാസം കഴിഞ്ഞ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ ആളുണ്ടാവില്ല. ഇപ്പൊ സെർവന്റ് വെച്ചാൽ ഓല് കൊടുങ്ങലാണ്. കാരണം ഓളെപ്പോഴാണ് ഉണ്ടാവുക ചെയ്യാതൊന്നും, മറ്റേതായി ഇങ്ങനെ റൊട്ടീനായിട്ട് ഇങ്ങനെ ചെയ്യുന്നോണ്ട് അങ്ങനെ നടന്നോളൂ. ഇടയ്ക്ക് ഉണ്ടാവുക ഇല്ലാതായ ഒക്കെ പ്രശ്നമാണ്. അള്ളാഹു പറയണേ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, എവിടെ ഉള്ള ഫുൾ മുഹല്ലദീങ്ങളാണ്, സ്ഥിരമായിട്ടുണ്ടാവും, കുട്ടികളായിരിക്കും. ബഹിറിലുള്ള പറയണ്ട് ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅൻ മൻസൂറാ, ഇദാ റഅയ്തഹും അവരെ നിങ്ങൾ കണ്ടാൽ, ആരെ ആ കുട്ടികളെ നിങ്ങൾ കണ്ടാൽ, ഇദാ റഅയ്തഹും ഹസിബ്തഹും അവരെ പറ്റി നിങ്ങൾ വിചാരിച്ചു പോകും, ലുഅൻ മൻസൂറാ വിതറപ്പെട്ട മുത്തുകളാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ കുട്ടികൾ, മുത്തുമായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും. പാനപാത്രങ്ങൾ നടത്തിയിട്ട് മദ്യത്തിന്റെ ചശുകങ്ങളുമായിട്ട് അവരിങ്ങനെ ചുറ്റി നടക്കുന്നുണ്ടാവും. ഫുള്ള് ശാരീരികത്തൊക്കെ മദ്യം ഇങ്ങനെ വരാണ്. നല്ല നമുക്ക് കള്ളിച്ചാൽ നോക്കിക്കേറ്റാൻ വേണ്ടേ? നിറഞ്ഞ മദ്യത്തിന്റെ ചശുകങ്ങളുമായി മുത്തുപോലത്തെ കുട്ടികൾ ഇങ്ങനെ ചുറ്റി നടക്കും. ഓനും അവന്റെ ഭാര്യ ഇങ്ങനെ ചാരി ഇരിക്കാണ്. ദൂർക്കാരില്ല, അസർക്കാരില്ല, കുട്ടികളുടെ ചെറിയ വരാനില്ല, പോകാനില്ല, തുണി തിരുമ്പാനില്ല, ഒരു പരിപാടിയില്ല. ഭായി പിന്നെ സുഖാനുഗ്രഹങ്ങളിൽ ജോലിയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ചോദ്യം സമയം കുട്ടി നെയ്ക്കറിയുന്നൊരു നമുക്ക് പോകേണ്ടതൊക്കെ ചോദിക്കും. അങ്ങനത്തെ പരിപാടിയൊന്നും കുട്ടിയില്ല, ചട്ടിയില്ല. ഫുള്ള് റാഹത്ത്, ഫുള്ള് സ്വസ്ഥതയും. അപ്പൊ കുട്ടി ചട്ടിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തോന്നുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ കാണാതെ എങ്ങനെ അവിടെ നിൽക്കാന്ന് പ്രശ്നമാക്കണ്ട. അള്ളാഹ് പറയുന്നുണ്ട് കുട്ടികൾക്കും സ്വർഗമുണ്ട്, നിങ്ങൾക്ക് ഉമ്മക്കും വാപ്പക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് കാണാൻ. ഖുർആൻ നമ്മളെ ഖുർആൻ ഒന്നും വിട്ടില്ലേ ഭായി. മനുഷ്യനെ ഫുള്ള് പരിഗണിച്ച ദീനാണെന്ത്. ഈ സ്വർഗത്തിലെത്തി മോനുണ്ട്, ഇതിന്റെ മോനയുടെ വെതർന്നാണ്ട ഉമ്മക്ക്. ഉമ്മി വാപ്പി ഹൈ ഗ്രേഡിലാണെങ്കിൽ ഉമ്മനി വാപ്പന് ഇങ്ങോട്ടും പോകും എടുത്ത് മോന്റെ അടുത്തേക്ക്. മോൻ ഹൈ ഗ്രേഡിലാണെങ്കിൽ വാപ്പന് ഇങ്ങനെ എടുത്തും പോകും. അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാല് ഭയങ്കര ഹരങ്ങള്. എ സിക്കൊക്കെ ഇടയ്ക്ക് കാണാനൊക്കെ പോയിക്കൂടെ ഭായി? നമ്മളെ കൂട്ടുകാരൻ മോനെ എത്തിയില്ല, നമ്മള് സാധാരണ സ്ലീപ്പറിലാണെങ്കിലും നമുക്ക് കാണാനൊക്കെ പോയിക്കൂടെ? ഫുള്ള് കാണൽ നടക്കും നടക്കും. ഭയങ്കര റാശിക്കും. കുടുംബങ്ങൾ ഉണ്ടാവും, കുടുംബ സംഗമങ്ങൾ ഉണ്ടാവും. ഇവിടുത്തെ കച്ചറി ഗുൽമാലൊന്നല്ല, ഫുൾ കുടുംബ സംഗമവും സെറ്റപ്പും ഫുൾ. ഓണെന്നെ വലിയ നദികളൊക്കെ പോയിട്ടുണ്ട്, വലിയ തോട്ടത്തിന്റെ ഓണറല്ലേ. എല്ലാരും ഇങ്ങോട്ട് വിളിക്കുക, അവിടുന്ന് അങ്ങോട്ട് പോവാം. ഓ ഓ ഓ ഓ ഭാഷങ്ങളോട് ഒരു ഗ്രാമവാസി ചോദിച്ചു, സ്വർഗത്ത് കൃഷി ഉണ്ടാവും എന്തെല്ലോ? രാജ്യങ്ങൾ ചോദിച്ചു. കാരണം അയാൾക്ക് ഭയങ്കര ആനന്ദം. കർഷകർക്ക് ഏടെ പോയാലും എന്തോ പോയി ഒരു ഫ്ലാറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര ശാരീരിക്കുള്ള കസേരയും വലിയ ടിവിയും വലിയ നാപ്പൊക്കെ വെച്ചു കൊടുത്തു. ബാപ്പ പറഞ്ഞ് ഞാൻ നാട്ടിൽ പോവാന്നറിയ സ്ഥലം എന്തൊക്കെ വായന്റെ അതാണ്ട് വിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് ചേമ്പ് ഇങ്ങോട്ട് വെച്ചാലേ എന്തോ ഉള്ളൂ. കർഷകന്റെ മനസ്സിന് ആനന്ദമാണ്. ഓന്റെ ആനന്ദം വേറെ ആൾക്ക് കിട്ടൂല. അവള് ഗ്രാമീണം ചോദിച്ചു സ്വർഗത്തിൽ കൃഷി ഉണ്ടാവും. എഴുതുന്ന ശേഷം പറഞ്ഞു സ്വർഗത്തിൽ കൃഷി ഉണ്ടാവുന്നു. വേറെ ഗ്രാമീണ സാധ്യത ചോദിച്ചു സ്വർഗത്തിൽ കൂട്ടരുണ്ടാവും ചോദിച്ചു. കാരണം നമ്മളിപ്പോ ചെറിയ സാധാരണ സൈക്കിളും കൂടി ഇല്ലാത്ത കളിക്കാം, ബെൻസൊക്കെ ഉണ്ടാവും ചെയ്യുന്നത്. കാരണം ബെൻസൊക്കെ കൊണ്ട മനസ്സിന്റെ ആഗ്രഹം. ഇവിടെ ഏതായാലും അങ്ങനെ ചോദിച്ചാൽ എഴുതുന്ന സ്ഥലത്ത് പറഞ്ഞു ആ സ്വർഗത്തിൽ കുതിര ഉണ്ടാവും. പറക്കണ കുതിര ചാടലല്ലോ, എന്തെങ്കിലാണ് പറക്ക.
മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ മേവാസിലോട് പറഞ്ഞപ്പോൾ ഒരു ചോദിച്ചു, ഹസ്രത്ത് ജന്നത്തിനെ ഹുക്ക മിലേഗാന്ന് ചോദിച്ചു. സ്വർഗത്തിൽ ആ ഹുക്ക ഉണ്ടാവും, ആ വലിക്കുന്ന സാധനം ഉണ്ടല്ലോ. കാരണം ഓരോ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് എന്ത്? ആ വലിക്കുന്നത്. ഇല്യാസ് റഹ്മത്തുള്ളാഹി ആ ജി ഹുക്ക ബി മിലേഗ എന്ന് പറഞ്ഞു. കാരണം എന്താ? അള്ളാഹ് പറഞ്ഞു നിങ്ങളെ മനസ്സ് എന്താഗ്രഹിച്ചോ ഒക്കെ തരാൻ. അങ്ങനത്തെ ഒരു സ്വർഗം. സുബ്ഹാൻ, എന്തോ ഒരു വിശാലമായ സ്വർഗത്താണ്. ഇതൊരു ആരല്ല സ്വർഗം. മുഴുവൻ നിയമത്തുകളും അല്ലാഹു വെച്ചേക്കാണ്. മുഴുവൻ നിയമത്തുകളും അനുഗ്രഹങ്ങളുടെ ലോകമാണ് സ്വർഗം. ടെൻഷനില്ല, വെറുപ്പിക്കില്ല, ചീത്ത പറയില്ല. അവിടെ ആകുന്നുള്ളൂ ഇല്ല ഖീലൻ സലാമൻ സലാമൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റഹീമായ അല്ലാഹുവിന്റെ ഭാഗത്തുണ്ടാവും സലാം ഉണ്ടാവും. ഇതൊക്കെ തന്ന അല്ലാഹുവിനോട് പറയും സലാം. നിങ്ങൾ ആലോചിച്ചു, സ്വർഗം അവിടുത്തെ ഊരിൽ ഒരു ദാനം വേണ്ട, അല്ലാണ്ട് എന്തുണ്ടായ മതി. ഒരു 25,000 ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അതിന്റെ ബോസ് അയാളവിടെ ഉണ്ടാകുന്നില്ല, അയാൾ കണ്ടിട്ടൊന്നുമില്ല. പുറത്തല്ല അയാൾ അവിടേക്ക് വന്നിട്ട്. അപ്പൊ അയാൾ വരുന്നുണ്ട്, അയാളെ ഫുള്ളൊക്കെ അടിച്ച് ഒതുക്കിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയ സാധാ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. പ്രധാനമന്ത്രി അബ്ദുള്ള രാജാവ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന നമ്മളേതെങ്കിലും നാട്ടുകാരൻ, ഓനാടെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാണ്. റോട്ടിന്റെ അവിടെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നതിനിടെ അബ്ദുള്ള രാജാവ് വണ്ടി എടുത്തിട്ട് എന്താ എനിക്ക് സുഖന്നല്ലേ റാസന്നല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ ഉണക്കമാണോ എപ്പോഴെ വന്ന് എനിക്ക് സുഖന്നല്ലേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി. ഖാലിക്കും മാലിക്കുമായ അല്ലാഹ് പറയാൻ സലാം സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം. റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഖൗൽ ഉണ്ടാവും, സലാം ഉണ്ടാവും. എന്നുവെച്ചാൽ അല്ലാഹ് പറയണേ ജി നോമ്പോട്ടില്ലായിരുന്നു. ഇതെല്ലാരും വരച്ച് നടന്നപ്പോൾ ജി കളി കാണാൻ പോയപ്പോ ഒരു ക്യാമുല്ലയിന് പോയ ആൾക്കാരല്ലേ, ഒരു ക്യാമുല്ലയിൽ ജി കളി കാണുക, ഒരു ക്യാമുല്ലയിൽ കരഞ്ഞെടുക്കുമ്പോ ജി ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പറയും സലാം കിട്ടും. ഈ ഞാൻ പറഞ്ഞ അതേമാതിരി ജീവിച്ചവനാണ്. സ്വർഗവാസികൾ എല്ലാവരും സലാമാ പറയാം. ഇല്ല ഖീലൻ സലാമൻ സലാം. അവിടെ സലാം സലാം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ നിയമത്തുകളും ഉണ്ടാവുള്ളൂ, എല്ലാ നിയമത്തുകളും. അല്ലാഹ് ലാസ്റ്റ് പറയാൻ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചൊക്കെ അതൊക്കെ ഉണ്ടാവും. പിന്നെ മരിക്കോ, പ്രത്യേകിച്ച് വലിയ പ്രത്യേകത എന്തില്ല, മരണമില്ല. പിന്നെ ഇനി ഇടയ്ക്കൊക്കെ ഞാൻ നോക്കണം, എത്ര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ബോസ് വരികയാണെങ്കിൽ അന്നൊരു ഇടങ്ങേറിന്റെ വലിയ വലിയ സ്റ്റാഫുണ്ടാവും, PA മറ്റോ മറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അയാളെ ബോസ്, അയാളെ മീനാള്, ചെയർമാനൊക്കെ വരുന്നുണ്ട്. അന്നൊരു ഇടങ്ങായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷെ അല്ലാഹു തആല ആദ്യം ആ കാര്യം പ്രഖ്യാപിക്കും. നമ്മൾ ദുനിയാവിൽ കുറെ PR-ഉം കുറെ ചെയർമാനും കുറെ MD-യും ഒക്കെ തരണം ചെയ്ത് വന്ന ആൾക്കാരായിരിക്കും. ഞാൻ അങ്ങനൊന്നല്ല. സ്വർഗത്തിൽ എത്ര ഉടനെ അല്ലാഹു പറയും ഇതിന് എന്തെങ്കിലും വേണമായിരിക്കും. സ്വർഗത്തിൽ പറഞ്ഞ് എത്ര അവിടെ ഉള്ളത് മുഴുവനുണ്ട്, തിന്നാനുണ്ട്, കുടിച്ചാനുണ്ട്. ഇനി എന്താ അവിടെ ചോദിക്കാനുള്ള ഒന്നും ഇല്ലല്ലോ. അല്ലാതെ നമുക്കൊന്നും വേണ്ടായിരിക്കും. അപ്പൊ അല്ലാതെ പറയുന്ന ഇത്രയും അത്രങ്ങൾക്കുണ്ട്. എന്നിട്ട് അല്ലാഹു അപ്പൊ കൊടുത്തിട്ട് അല്ലാഹു പറയും ഞാൻ നിങ്ങൾ സംതൃപ്തനുണ്ടോ, അബദ നീ ഞങ്ങളോട് ഒരിക്കലും കോപിക്കൂലട്ടോ. ഒരു സ്വർഗവാസിക്ക് കിട്ടുന്ന നിയമത്തുകളിൽ ഏറ്റവും വലുത് റബ്ബായ അല്ലാഹ് പറയലാണ് ഞാൻ അന്നിൽ സംതൃപ്തനാണ്, ഞാൻ ഇനി ഒരിക്കലും എന്നോട് കോപിക്കൂലട്ടോ. ഒരു വല്ലാത്ത വാക്കാണ്. ഞാൻ എന്നോട് കോപിക്കൂല, ഞാൻ എന്റെ ഇഷ്ടം. ഈ ഭൂമിയിൽ കുറച്ചു കാലം എന്റെ കോപണ്ടാവോ എന്ന് വിചാരിച്ച് എനിക്ക് വേണ്ടി ഒതുങ്ങി ജീവിച്ചവനാണ് ഞാൻ എന്നോട് കോപിക്കൂല. പല അസ്തത്വ അലൈക്കും അബദ, ഒരിക്കലും ഞാൻ എന്നോട് കോപിക്കൂല. എന്റെ ഇഷ്ടത്തിൽ ജീവിച്ചത് നല്ല സ്വർഗം എന്തോ പ്രാർത്ഥിക്കും. അള്ളാന്റെ ദീദാർ കാണും, അള്ളാന്റെ ദീദാർ, അള്ളാനെ കാണാം. ഓ, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിയമത്ത്, മുഴുവൻ നിയമത്തുകളിൽ മനുഷ്യൻ മറന്നു കളയുന്ന നിയമത്താണ് ആരെ കാണൽ? അള്ളാനെ കാണൽ. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ. അങ്ങനെ അള്ളാനെ കാണും. സൂര്യനെ കാണുന്ന പോലെ നല്ലത്. സൂര്യനിലേക്ക് നോക്കാൻ 14-ാം രാവിലെ ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കാം. പിന്നെ നീളം കൂടിയ ആളുണ്ട്, 6 ഫീറ്റിന്റെ മുകളിലുള്ള ആളുണ്ട്, ഓനെ കല്ലെടുത്തൊന്നും വേണ്ട ചന്ദ്രനെ കാണാൻ. ചന്ദ്രനെ എല്ലാവർക്കും റാറ്റായിട്ട് ഇന്ത്യ തന്നെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം. ഇല്ലെങ്കിൽ സദാർത്ഥങ്ങളുടെ ഉപമ ഭയങ്കര ഉപമയാണ്.
ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. ലൈലത്തുൽ ബദറിന്റെ രാത്രിയിൽ ചന്ദ്രനെ കാണുമാതിരി നിങ്ങൾ അള്ളാനെ കാണുന്നു. അള്ളാനെ കാണുന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, ഈ ഇതെല്ലാം തന്ന ഉടമനെ കാണാറുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒരു സുഖം കിട്ടാനില്ല. റബ്ബായ അള്ളാനെ അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യുന്നു. പിന്നെ സ്വർഗത്തിന്റെ നിയമത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള സൗന്ദര്യം അള്ളാനൊക്കെ കണ്ടുവരുന്ന സൗന്ദര്യമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടാവും. ചില സമയത്ത് കാറ്റുണ്ടാവും, ആ കാറ്റ് കൊണ്ട ഭയങ്കര സൗന്ദര്യം, ഭാര്യക്ക് സൗന്ദര്യം വെച്ചിട്ടുണ്ടാവും, ഭർത്താവിന് സൗന്ദര്യം വെച്ചിട്ടുണ്ടാവും. ഷോപ്പിംഗ് ഉണ്ട്. എവിടെ എവിടെ സ്വർഗത്തിൽ ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് ഏറ്റവും ആരുള്ള പരിപാടിയാണല്ലോ ഒക്കെ. അള്ളാഹൊന്നും ഒഴിവാക്കില്ല. സ്വർഗമല്ല ഇവിടെ ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് ഭയങ്കര അടിച്ചുപൊളി മാളുകൾ. ഇതൊന്നും മാളല്ല വായി, മാളുകൾ അവിടെ അല്ലല്ലേ, അടിച്ചുപൊളി ഷോപ്പിംഗ് മാളുകൾ. അവിടെ ഇങ്ങനെ പോകും, അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ചോദിക്കും, വലിയ രത്നത്തിന്റെ മാലകൾ അതൊക്കെ കണ്ടാൽ ഇങ്ങനെ താല്പര്യം തോന്നും. അപ്പൊ ഇത് ഒന്ന് അപ്പൊ പറയും 2000 സുബ്ഹാനല്ലാ. എത്ര എത്ര വൈ എന്താ പറയാത്ത 2000 സുബ്ഹാനല്ലാ. ഇതെന്താണ് ഇത്? 2000 അല്ലാഹു അക്ബർ. ഇത് 4000 സലാത്ത്, 2 ജുസ് ഖുർആൻ. ഇതിന് കാണാറില്ല. അങ്ങനെ കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. മാളുകളിലൊക്കെ പോയി ഷർട്ടിന് എന്താ വെച്ച് 5650 തൊട്ടമായി തന്നെ ഇങ്ങോട്ട് വേറൊന്നും തൊട്ടിട്ട് ബാഗ് അടിച്ചുപൊളി. എത്ര 20,040 തൊട്ട് ഇങ്ങോട്ട്. കാരണം എന്താണ് അത് സാധനം ഈസില്ല. അപ്പൊ നോക്കി ഇങ്ങനെ പോരാ. സ്വർഗത്തില് ഇതേമാതിരി സുബ്ഹാനല്ലാഹ് ഉണ്ടെങ്കിൽ വാങ്ങാൻ പോരാ. എന്നല്ലേ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്? എന്നത് സുബ്ഹാനല്ലാഹ് നമുക്ക് മനസ്സിലായില്ലല്ലോ. സ്വർഗത്തിലൊക്കെ കേടായിട്ട് പോകും. അല്ലാഹു ഒരാള് പിന്നെ ജോലിയുണ്ട്, 500 ഉറുപ്പിട്ടെ ശേഖര 600-700 ചെലവാണ്. ഇങ്ങനെ ചെലവായി 200, 300, 500 ആയിട്ട് ഇങ്ങനെ കടായി അതിൻ്റെ ഇടയിൽ ഒരു കച്ചവടം തട്ടിക്കുട്ടിയാവ് പൊട്ടിയാവ് കടായി, ഇങ്ങനെ കടായി മൂപ്പർക്ക് ഒരു 2 ലക്ഷം ഉറുപ്പ കടായി, ഫുൾ കടം. അങ്ങനെ അയാൾ പിന്നെ ഭയങ്കര ടെൻഷനായി. പിന്നെ 500 പണിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല. അയാളുടെ കടം നമ്മളെല്ലാവരും കാക്കുമാറാട്ടെ. കടം വലിയൊരു സംഗതിയാണ്. മനസ്സിനെ ചവിട്ടി താത്തികൾ. പകലിന്റെ നിന്യതാണ് കടം, രാത്രിയുടെ അസ്വസ്ഥതയാണ്. അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ. കടം വരാൻ വലിയ പണമില്ല ബൈ. അള്ളാഹിനോട് കാവലിന് ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും സെറ്റപ്പൊക്കെ തകിടം മറിയുന്നു. അവിടെ കടം ഇയാൾക്ക് ജോലിക്കും പോകാൻ പറ്റില്ല. പിന്നെ പെരയിലാണ് പ്രശ്നം ഇരിക്കുന്നത്. അങ്ങനെ ഇയാൾ പുറത്തിറങ്ങി ഇങ്ങനെ കടത്തിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോവാൻ പോയി. അപ്പൊ നല്ലൊരു ഇളയ വെയില്, വയലിലൂടെ പോണേ, ചെറിയ നാറുകൾ, നാറെന്നല്ല പറയല്, നെല്ലിന്റെ അതിന്റെ ഒരു ചുമന്ന ഒരു കളർ ഉണ്ടാവും, ഒരു പ്രത്യേക കളർ. അതിലേക്ക് ഇങ്ങനെ വെയിലിങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര രസം. ചെറിയ കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, ആ നാറുകൾ ചെറുത്ത് ഇങ്ങനെ ആട്ടുപെട്ട് ഇങ്ങനെ ആടുണ്ട്. നല്ല ചെറിയ നീർച്ചാലികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഭയങ്കര റാറ്റായിട്ട് ഇങ്ങനെ വയലിൽ ചെറിയ മീന് ഞണ്ടിയൊക്കെ ഇങ്ങനെ പോയിട്ട് വലിയ ചെമ്മീനൊക്കെ ഉണ്ട്. കാലൊക്കെ ഇങ്ങനെ വിടർത്തൊക്കെ വെച്ചിട്ട് ഞാൻ അവിടുത്തെ ഷേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടില്ല നിങ്ങൾ ആക്കെ മുമ്പിൽ ഇങ്ങനെ കണ്ട് രാത്രി ഇങ്ങനെ പോകണം. സംഗതി അയാൾ ഇറങ്ങിയെന്തിനാണ് വഴി ഫുൾ കടായിട്ട് ടെൻഷനായിട്ട് പെരഞ്ഞ് തൽക്കാത്തൊക്കെ വന്നിട്ട് ഇറങ്ങിയാണ് പാടത്തേക്ക്. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി കുറേ വളരേണ്ട ദൂരം ഇങ്ങനെ പോയി കുറേ പോയി. ആ തോട് ഇങ്ങനെ പോയി, ചാല് വലിയൊരു തോടായി. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കി വെള്ളം കണ്ട് ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു പുഴന്റെ സൈഡിലെത്തി. വിശാലമായി കിടക്കുന്ന മണലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. കാണാൻ നല്ല സൗന്ദര്യമുള്ള കല്ലുകൾ. മുമ്പേ കുറച്ച് വാരി, കുറച്ച് എല്ലാം ആ കല്ല് മുഴുവൻ വാരിയിട്ട് ഒരു പോക്കറ്റിലിട്ട് മുഴുവൻ ഞാൻ നടന്നു. അപ്പൊ കീശന്ന് ഒരു കല്ല് ഇങ്ങനെ എടുക്കും, ശരിച്ചു പിടിച്ചിട്ട് ഒറ്റ ഏറി എടുക്ക് വായിക്കും. നിങ്ങൾ എറിഞ്ഞു വെക്കുന്നു എന്തുണ്ടായ അങ്ങനെ ചാടും. 2 ചാട്ടം വന്നിടും. ഒന്നെറിഞ്ഞു 3 ചാടി. അടുത്ത വരുമ്പോ എന്തുണ്ടായ നീയത്ത് 4 ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ പോകാം. കുറച്ച് കീശ കഴിച്ചിട്ട് വണ്ടി തീർന്നു പോയി, കല്ല് തീർന്നു. അപ്പൊ പെട്ടെന്ന് ഓർമ്മ എത്താ പണ്ട കഥ ആരോഗ്യമാണ് മൂപ്പറന്ന് ചോദിക്കാൻ. എത്താ എന്റെ കഥ 2 ലക്ഷം കട ഉണ്ടെങ്കിൽ കുട്ടികൾ എറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു പോയി.
അതുവരെ അതിന്റെ സുഖം പോയി, പെട്ടെന്ന് അയാൾ ഫീലായി, അയാളുടെ ടെൻഷനായി, കുറച്ചവനെ കടം എന്നൊക്കെ പറഞ്ഞു. മൂപ്പര് ബസ്സിൽ ഇങ്ങനെ കയറി നടന്നു. കുറച്ച് വെയിലൊക്കെ കൊണ്ടതിന്റെ പേരിൽ ഇങ്ങനെ വരുമ്പോണ്ട് മൂപ്പര് ചെങ്ങായിന്റെ വീട് ഓനെ കണ്ട് സ്ഥലം കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ വണ്ടി ക്ഷീണിച്ചില്ലല്ലോ, കടന്ന് ആലോചിച്ചിട്ട് തന്നെ ക്ഷീണം കയറി. അവൻ പറഞ്ഞു ഞാൻ കുറച്ച് ക്ഷീണത്തിലാണ്, കുറച്ച് വെള്ളം കൊണ്ടതാണ്, വെള്ളം കൊടുത്ത് കിടക്കാനൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് ഇവിടെ കിടക്കട്ടെ വെച്ചു. അപ്പൊ ആ കിടന്നോക്കെ പറഞ്ഞു. ആ അവൻ കുപ്പായ കഴിച്ചു ഇങ്ങനെ കിടക്കാൻ വേണ്ടിട്ട് കുപ്പായ അയച്ചു അവിടെ കിടന്നപ്പോ കുപ്പായ വീണു. അപ്പൊ അവൻ രണ്ടാമത് എടുത്തിട്ട് ഇങ്ങനെ ഒരു തലയുടെ അടുത്ത് ഇങ്ങനെ പൊന്തിച്ച് അവിടെ വെച്ചപ്പോ അതിന് ഒരു കല്ല് അവിടെ നൂലിന്റെ ഉള്ളിലൂടെ കുടുങ്ങിയുണ്ടായി. ഞാൻ ചാടി. അപ്പൊ ഈ കൂട്ടുകാരുണ്ട്, ഓനെ കല്ലിങ്ങനെ തെള്ളങ്ങനെ കല്ലിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കുത്തുന്നുണ്ടപ്പോ ഓനെ കല്ല് ഇങ്ങനെ എടുത്ത് ഞാൻ നോക്കി ഇടയ്ക്ക് ഇവിടുന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങോട്ട് വാങ്ങില്ല, നീ ഇതൊക്കെ കിട്ടീന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കല്ലിന്റെ ഭയങ്കര ആശ്ചര്യം കാണിക്കുന്നതനുസരിച്ച് ഇവൻ ഇങ്ങനെ തോന്നുന്നു. ഞാൻ ചോദിച്ചു, എടാ ഇത് എനിക്കൊരു ചോദിച്ചു, എനിക്കൊരു 500 രൂപ തരാറുണ്ട്. 50 ഉറുപ്പ്യം കൂടി ചോദിച്ചാൽ കൊടുക്കാത്ത ആളാണ് ആര്? ഇവൻ ഓനെ ഒറ്റയടിക്ക് പറയാനുണ്ട് ഈ കല്ലിന് 500 രൂപ തരാൻ. ഓൻ പറഞ്ഞ എനിക്ക് ആവശ്യമില്ലായിരുന്നു. മനുഷ്യന്റെ പ്രകൃതിയാണ് ഇതൊക്കെ. ആവശ്യമില്ലാതെ ആരെങ്കിലും ഒരു സാധനം വെച്ചെങ്കിലും ഏതൊരാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഇവിടെ ഉണ്ടല്ലോ ഇത് എനിക്ക് ചോദിച്ചാൽ അപ്പം പറയാം എല്ലാം കൂടെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണ്, ഇവനിങ്ങനെ തല കത്തും. ഇവനിക്ക് കൊണ്ടുപോയിട്ട് ഇതെന്താക്കാനാണ്? വേസ്റ്റ് വരെ കൊടുക്കില്ല മനുഷ്യന്റെ പ്രകൃതിയാണ്, കൊടുക്കില്ല. ഏതായാലും പറഞ്ഞ എനിക്ക് ആവശ്യമില്ല തന്നെ കല്ലുണ്ട്. ശിവങ്ങൾ കടന്നു ആലോചിച്ച് കല്ല് ഇതിന് 500 രൂപ പറഞ്ഞെങ്കിൽ എന്താ നിങ്ങൾ 5000 കിട്ടും, നാളെ കൊടുക്കാൻ എനിക്കറിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പേര് കടന്നിട്ട് എന്തായില്ലേ വൈ കുറച്ചേരം കിടത്തില്ല, നീ പുറത്തൊന്നുമില്ല, ഞാൻ പോകണം, നീ പുറത്ത് ഉപ്പായത്തൊരു കല്ലേറ്റ് പുറത്ത് നടന്നു. ഇങ്ങനെ പോയി വേറൊരാളെ കണ്ടു. ഫോണിങ്ങനെ കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു കല്ലുണ്ട്, ആ എന്താന്ന് പറയുക, എത്ര രൂപ ഉണ്ടാവും എന്തെല്ലാം കാണിച്ചിട്ട് ഓൻ കല്ല് കണ്ടിട്ട് എടാ ഇത് ഭയങ്കര കല്ലാണല്ലോ, ഒരു 10000 രൂപ കിട്ടുമായിരുന്നു. 10000 രൂപയാണ് ഞാൻ എനിക്ക് തരാമോ, എനിക്ക് തരാൻ തന്നതാണ്. ഞാൻ പറഞ്ഞ കൊടുക്കാനല്ലായിരുന്നു. ഇപ്പം മനസ്സിലായിട്ട് 500 എടുക്കത്തിന് 10000 കാമ്പുള്ള കല്ലാണത്. പിന്നെ കല്ലായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ കല്ല് കച്ചവടക്കാരെ കണ്ടെത്തി, രത്നവ്യാപാരികളൊക്കെ കണ്ടെത്തി. ഓരോന്നും തൊട്ടുമെങ്കിൽ കഴിഞ്ഞാൽ പറയണം ഓ ഇതിന് വില എന്നൊക്കെ പറഞ്ഞിട്ട് ചിലയിലൊന്ന് 2 ലക്ഷം തരാം. പറഞ്ഞ കൊടുക്കൂല. അങ്ങനെ രത്നവ്യാപാരികളൊക്കെ ഇയാൾ അന്വേഷിച്ച് വരൽ തുടങ്ങി. ഇയാളിങ്ങനെ ഫുൾ ദമ്മിലല്ലേ. പിന്നെ ആ 2 ലക്ഷത്തിന്റെ ടെൻഷനൊക്കെ എന്തായി പോയി ഇങ്ങനെ ഫുള്ള്. അങ്ങനെ കൊണ്ട് രാജാവിന് അറിവിട്ടി എന്ത് ഒരു കല്ലുണ്ട് ചെന്നൈൻ്റെ. രാജാവ് ചോദിക്കോ എനിക്ക് തരുമെന്ന് ചോദിക്കോ. രാജാവ് അവനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അവനെ കൊണ്ടുവന്നു. അവനോട് കല്ലടേ കല്ലം എടുത്തിട്ട് മേശോട്ടൊക്കെ വന്ന് വെച്ചു. രാജാവ് കൊണ്ട മനസ്സിലായി കുറച്ച് തിരക്കില്ലാത്താണ്. രാജാവ് പറഞ്ഞ എനിക്ക് മന്ത്രിനെ വിളിച്ചിട്ട് എടുത്തൊക്കെ കൊടുത്തു വിടുകയായിരുന്നു. അങ്ങനെ മന്ത്രി അവിടെ കൊണ്ടുപോയി. അവനോട് പോകുമ്പോൾ പറഞ്ഞു എത്രയൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചു. ഓൻ പറഞ്ഞ് 3 ലക്ഷം രൂപ ആൾക്കാർ പറഞ്ഞായിരുന്നു. ഇയാൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തരായിരുന്നു. ഒറ്റ ആക്ച്വലി അറിയും ഇയാൾ മന്ത്രിയാകെ ബേക്കറ ഇപ്പൊ 5 ലക്ഷം രൂപ തരുന്നു, ഞാൻ 6 ആയിക്കോട്ടെ. അപ്പൊ ആൾ ഒന്നുകൂടി കൂട്ടി. അപ്പൊ നേരെ രാജാവിന്റെ അടുത്തുണ്ട്. ഇത് കേസ് മറ്റേതായിരുന്നു. രാജാവ് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്, പ്രശ്നമായിരുന്നു. എത്രയ്ക്ക് കൊടുക്കാം? 6. ഒരു 10 ലക്ഷം കിട്ടുവാനെ പറഞ്ഞായിരുന്നു. ഇവനാട് ഇറങ്ങിയവിടെ പിന്നെ കരച്ചില്ല, ഭയങ്കര ഓളിൽ കൂട്ടി കരച്ചില്ല, ഏങ്ങിക്കഴിഞ്ഞാൽ 10 ലക്ഷം പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞാൽ മന്ത്രി എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട, ഞാൻ രാജാവ് പറയാതെ 5 കൂടി തരാം, 15 തരാം, വീണ്ടും കൂട്ടി. അപ്പൊ ഇപ്പം മനസ്സിലാക്കി ഇതിങ്ങനെ കൂട്ടുന്നതനുസരിച്ച് എന്തുകൊണ്ട് അങ്ങനെ വരും കൂട്ടി. അവസാനം മന്ത്രിക്ക് എന്തിനാ ഇതിങ്ങനെ കൂടിയോണ്ടിരിക്കുന്നു. വേഗം കൊണ്ടുപോയി രാജാവിന്റെ അടുത്ത്. രാജാവിനോട് ചോദിച്ചു ഞങ്ങൾക്ക് എത്ര വാണ്ടി പറയും. ഇങ്ങനെ അറിയാമല്ലോ എത്ര വാണ്ടി പറയും പറയും. എത്ര നേരമായി എന്നോട് ചോദിക്കണൊക്കെ എത്ര വാണ്ടിയത്. എന്റെ കരച്ചിൽ എപ്പോഴാണ് നിൽക്കാന്ന്. ഈ കൂടുന്നതിനനുസരിച്ച് കരച്ചില്. ഇപ്പോ രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ ഈ ഒരു കല്ല് നിങ്ങൾ 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ട് അത് കുറഞ്ഞിട്ടല്ല ഞാൻ കരയുന്നത്. പിന്നെന്തിനാണ്? കുറെ കല്ല് അത്യാവശ്യം ഇതിന് കണ്ടമാന കല്ലുണ്ട്, ഞാൻ ഒക്കെ ചാടിച്ചു വിട്ടതാണ്. അതിനെ പറ്റി ആലോചിച്ചിട്ടാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്. അല്ലാതെ ഇതിന് 15 ലക്ഷം പോരാഞ്ഞിട്ടല്ല. സ്വർഗവാസിക്ക് സങ്കടം ഉണ്ടാവില്ല ഒരു കാര്യത്തെ കുറിച്ചല്ലാതെ ദുനിയാവിൽ കഴിഞ്ഞുപോയ സമയത്തെക്കുറിച്ച്, അള്ളാഹുവിനെ ഓർമ്മിക്കാത്ത സമയത്തെക്കുറിച്ച്. എന്നുവെച്ചാൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം നടവും 100 വർഷം ഭയങ്കര സ്പീഡിലുള്ള ഒരു കുതിര ഓടിയാൽ അതിന്റെ തമിഴ് വിട്ടെടുക്കൂല.
ഒരു സ്വർഗവാസി അയാൾ സ്വർഗത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും റാത്തായിട്ട്, അടിച്ചുപൊളി സുഗന്ധം ഇങ്ങനെ വരും. അപ്പൊ സ്വർഗവാസി ചോദിക്കും, എവിടുന്ന് കിട്ടിയാണ് ഇത് സുഗന്ധം? അപ്പൊ പറയും, നിങ്ങൾ എനിക്ക് നന്മ തൂക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, നിങ്ങളെക്കാൾ ഒരു സുബാനുള്ള ഞാൻ ഏറെ ചെയ്തതിന് അതിന്റെ പേര് എനിക്ക് തന്നതാണ്. അപ്പൊ സ്വർഗാദി ഭയങ്കര സങ്കടിക്കും, ദുനിയാവുന്ന ഒരു സുബാൻ കഴിഞ്ഞ അപ്പൊ അവൻ എനിക്ക് കിട്ടിയതല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നിയമത്തുകൾ ഇങ്ങനെ വെക്കുകയാണ്. സ്വർഗത്തിന്റെ പർച്ചേസിങ് എനിക്കായി വേണം, ഭായി ഉണ്ടാക്കണം, അമലുകൾ വേണം, ഭയങ്കര റാറ്റേക്കും നന്മകൾ കൂടുന്ന ആളുകൾക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തേക്ക് പോണ്ടേ, ദുനിയാവിലെ സുഖങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കണം. നബിമാരുടെ ഖിറാത്ത് ഉണ്ടാവും, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കോത്തുണ്ടാവും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓത്തുണ്ടാവും. ദുനിയാവിൽ തന്നെ ഒരു ഓത്ത് കെട്ടാൻ നിന്നു നമ്മള്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഓത്തൊക്കെ അനുജയിക്കും. സ്വർഗത്തിൽ ദുനിയാവിൽ മ്യൂസിക് കേട്ട ആൾക്കാരോട് പറയുങ്ങളും പോയിക്കൊള്ളുക, നിങ്ങൾക്ക് അലൗട്ടില്ല. കണ്ട പെണ്ണുങ്ങളെയും കണ്ട ആണുങ്ങളെയൊക്കെ മ്യൂസിക്കുള്ള പാട്ട് കേട്ട ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയും നിങ്ങൾക്ക് ഇതില്ല. ഓരത്ര നിരാശയുള്ള വേറെ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഖിറാത്ത് കേൾക്കണം, നബിമാരുടെ സൗന്ദര്യം കാണണം, അള്ളാനെ കാണണം, അതിനൊക്കെ ഹറാമുകൾ ഒഴിയണം. ഒരു മ്യൂസിക്കുള്ള പാട്ട് ഒഴിവാക്കാൻ അതിനകത്ത് പണിണ്ടോ? കേൾക്കൂല, തീരുമാനിച്ചാ പോരെ. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഖിറാത്ത് കേൾക്കാം. റഹ്മാൻ, സൂറത്ത് റഹ്മാൻ ഓതിയാൽ എങ്ങനെ ഉണ്ടാവും? ഫുള്ള് ഹരയിക്കുകാർമാര് ഇവിടുന്ന് മരിച്ചാ മതി. അതുകൊണ്ടല്ല അബൂഹുറൈറ റളിയല്ലാഹു പറഞ്ഞത്, വേഗം ഫോട്ടോ വിടുന്നു, ഇവിടെ എന്തിനാ നിൽക്കുന്നത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹിനെ അനുസരിക്കണം, ഇബാദത്ത് ചെയ്യണം, മുന്നിൽ തഖ്വയോട് കൂടി ജീവിക്കണം, സ്വർഗത്തേക്ക് പോകണം. അതിനുവേണ്ടി ഇബാദത്തുകൾ ചെയ്യണം. അൽഹംദുലില്ലാഹ് റമളാനിലെ ചിട്ടയിലും മട്ടത്തിലൊക്കെ ജീവിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളോട് കൂടി അതൊന്നും വലിച്ചു കയറരുത്. നമ്മൾ ഇൻഷാ അല്ലാഹ് തഖ്വയോട് കൂടി ജീവിക്കുക. വളരെ അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് എന്തുണ്ടാവും? മരണം ഉണ്ടാവും. വളരെ അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ്. നീ വേദനുണ്ടാവും ഇങ്ങനൊക്കെ പറഞ്ഞു. വളരെ അടുത്ത് 10-50 കൊല്ലം എന്നൊക്കെ പറഞ്ഞ ദൂരെ സ്വർഗത്തിലേക്ക് നോക്കുമ്പോ ഒന്നുമല്ല, വളരെ അടുത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പോവാം. കുട്ടികളോട് പറയണ്ടല്ലോ, ഇപ്പൊ പെരെത്താനായി, അവിടുന്ന് മ്യൂസിക് കേൾക്കാൻ തോന്നുമ്പോ പറഞ്ഞാൽ മതി, എത്താനായി, ഇവിടെ പോവാനായി, അവിടെ അങ്ങനെ കേൾക്കണം. ഇതുവരെയുള്ളൊക്കെ തൗബയ്യ, നോമ്പുകാരാണ് ഈ സമയത്ത് ചെയ്യുന്ന ദുആ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്യാം, കുറച്ച് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാം, കുറച്ച് സമയം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. നോമ്പ് തുറക്കാനുള്ള ഏർപ്പാടുകൾ ഇൻഷാ അല്ലാഹ് ചെയ്തിട്ടുണ്ട്. സമാധാനമായിട്ട് ഇവരുടെ അറിവൊന്നും ഉണ്ടാക്കണ്ട. പോകണം, അവിടേക്ക് പോകണം, എവിടേക്ക് പോകണം തന്നെയാണ് അവർ എവിടേക്ക് പോകണം. നമ്മൾ കുറച്ച് നേരം അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യാം. നാളെ നമുക്ക് ആഖിറത്ത് ഖേദിക്കരുത്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതിന് എത്ര കിട്ടും? അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്